നമുക്കറിയാം, നമ്മുടെ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് ഏലകൃഷിയിൽ. ഞാൻ സ്വാഗത പ്രസംഗത്തിന് പറഞ്ഞിരുന്നു, നമ്മുടെ നിരവധി കർഷകരിൽ ആശ്രയിക്കുന്ന ഒരു യുവ കർഷകനാണ് ശ്രീ വിഷ്ണു വിജയൻ. അദ്ദേഹം നൂതനമായിട്ടുള്ള മാർഗങ്ങളിലൂടെ ഏലത്തിലെ കീടരോഗ നിയന്ത്രണം, കൃഷി രീതികൾ എന്നിവയെക്കുറിച്ച് നമുക്ക് വിശദമായി പറയും. അപ്പം ഈ ക്ലാസ് എടുക്കാൻ എത്തിച്ചേർന്ന ശ്രീ വിഷ്ണു വിജയനെ യൂപ്പതല ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ഓരോരുത്തരുടെ പേരിൽ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പൊ എത്രയും സ്നേഹം കർഷകർക്ക് പോയി നമ്മളിന്ന് ഏലകൃഷിയിൽ വളരെയധികം പ്രതിസന്ധികൾ നേരിടുന്ന സാഹചര്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയൊരു കാരണം എന്താ വെച്ചാൽ നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം തന്നെയാണ്. പൊതുവെ നമുക്ക് ശക്തമായിട്ടുള്ള വേനൽ, അതുപോലെ നമുക്ക് ഇടതടവില്ലാത്ത കാലവർഷം, ഇത് രണ്ടാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. ഇനി ഇത് കൂടാതെ നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നം എന്താണ്, നമുക്ക് വർദ്ധിച്ചു വരുന്ന കീടരോഗങ്ങളുടെ ഒരു പ്രശ്നം. അതേപോലെ നമ്മുടെ വിലയിൽ വരുന്ന ഭയങ്കര ഒരു ഫ്ലക്ച്വേഷൻ. നമ്മുടെ കീട നിയന്ത്രണത്തിലോട്ടും മറ്റു കാര്യങ്ങളിലോട്ടൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ എല്ലാ കൃഷിക്കാരും ഇവിടെ ഇരിക്കുന്ന ഒരു മാറിപ്പെട്ട എല്ലാ കൃഷിക്കാരും നോക്കുമ്പോൾ എന്നെക്കാളും പ്രായത്തിന് മൂത്ത ആളുകളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ പണ്ട് കാലം തൊട്ട് നമ്മൾ അനുവർത്തിച്ച് വന്നിരുന്നൊരു കാര്യമാണ് നമ്മളെ മണ്ണിൻ്റെ pH ക്രമീകരണം. നമ്മൾ കാലവർഷം തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമിതമായിട്ടുള്ള രാസവളങ്ങളുടെയും മറ്റ് രാസ കീടനാശിനികളുടെയൊക്കെ ഉപയോഗം കൂടുതലായിട്ട് വന്നതോടുകൂടി നമ്മുടെ മണ്ണിൻ്റെ pH ക്രമാതീതമായിട്ട് കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. തന്മൂലം നമുക്ക് രോഗങ്ങൾ വളരെയധികം കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രോഗങ്ങൾ നമുക്ക് നല്ല രീതിയിൽ കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ രോഗങ്ങൾ വരുന്നതെന്ന് നമ്മൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറഞ്ഞ ചിലവിൽ കൂടുതൽ ആദായം എടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. അത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. നമ്മൾ പറയും എല്ലാവരും സീസണിൻ്റെ തുടക്കത്തിൽ നമുക്ക് മണ്ണിൻ്റെ pH ക്രമീകരിക്കാൻ പറയാറുണ്ട്. pH ക്രമീകരിച്ചുകൊണ്ട് മാത്രം നമുക്ക് കാര്യമാകുന്നില്ല. നമ്മുടെ മണ്ണിൻ്റെ കാർബൺ നൈട്രജൻ റേഷ്യോ എന്ന് പറയുന്നത് ഇതുണ്ട്. നമ്മൾ അധികം ആരും കേൾക്കാത്ത കാര്യങ്ങളായിരിക്കും. അതായത് നമ്മുടെ മണ്ണിലെ കാർബൺ നൈട്രജൻ റേഷ്യോ, അതായത് കാർബണിൻ്റെ നൈട്രജൻ്റെ ഒരു അനുപാതമുണ്ട്. അപ്പം 20 കാർബണിൻ്റെ തന്മാത്ര ഉള്ളപ്പോൾ ഒരു നൈട്രജൻ്റെ തന്മാത്ര നമുക്ക് ആവശ്യമുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ നൈട്രജൻ്റെ തന്മാത്രകൾ കൂടിപ്പോയുള്ള ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിലുള്ള ജൈവ വസ്തുക്കൾ അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന മൾച്ചിങ്ങുകളെ ചപ്പുചവറുകളൊക്കെ പെട്ടെന്ന് ഡീകമ്പോസ് ആകുന്നുണ്ട് സ്പീഡിൽ. ആ ഒരു സാഹചര്യത്തിൽ എന്താ പറ്റുന്നത് വെച്ചാൽ നമ്മുടെ ചെടിക്ക് ആവശ്യപ്പെട്ടുള്ള നൈട്രജൻ്റെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാകും. അതായത് കിട്ടാതെ വരും അവിടെ നൈട്രജൻ. അതേപോലെ തന്നെയാണ് നൈട്രജൻ CN റേഷ്യോ കുറച്ച് താഴത്തോട്ട് വന്നാലുള്ള കുഴപ്പം ഇതാണ്. അപ്പോൾ ഡീകമ്പോസിങ് കുറച്ച് കുറയും. താഴത്തോട്ടൊന്നല്ല, കാർബൺ നൈട്രജൻ റേഷ്യോ കുറച്ച് ഉയർന്നു നിൽക്കുമ്പോൾ നമ്മുടെ മണ്ണിലെ ജൈവവസ്തുക്കൾ ഡീകമ്പോസിങ് കുറച്ച് കുറയും. നമ്മൾ നോക്കിയാൽ നമ്മുടെ തോട്ടത്തിൽ കവാത്തെടുത്തിട്ടിരിക്കുന്ന ചപ്പുകൾ കുറേ കാലമായിട്ട് ദ്രവിച്ചു പോകാതെ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മുടെ മണ്ണിൻ്റെ CN റേഷ്യോയിൽ വ്യത്യാസം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം CN റേഷ്യോ കുറച്ച് കുറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ കൂടി നിന്നുള്ള ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീകമ്പോസിക്ക് താമസിക്കും. അതേപോലെ നമ്മുടെ ചെടികൾക്ക് നൈട്രജൻ കിട്ടാത്തൊരു പ്രതിഭാസം അപ്പോഴും ഉണ്ടാകും. അപ്പോൾ നമ്മൾ നോക്കിയറിയാം, നമ്മൾ ഫംഗിസൈഡുകളൊക്കെ തുടർച്ചയായിട്ട് കൊടുത്തിട്ട് നമ്മുടെ ചെടികൾ മഞ്ഞിച്ച് നിൽക്കുന്നുണ്ട്. നമ്മൾ ആരോടും ചോദിച്ചു കഴിഞ്ഞാൽ അത് നൈട്രജൻ്റെ ഡെഫിഷ്യൻസി ആയിരിക്കും എന്ന് പറയാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഡെഫിഷ്യൻസി വന്നു നമ്മൾ മനസ്സിലാക്കി നമ്മളത് ട്രീറ്റ് ചെയ്യാം. അതായത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പണ്ടുള്ള കാലത്ത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചാണകപ്പൊടി, ആട്ടുംകാട്ടം ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ മണ്ണിൽ ധാരാളം കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല കാർബണുകൾ മണ്ണിലോട്ട് കൊടുക്കാറുണ്ട്. ഇപ്പോൾ വന്ന് നമ്മൾ ചാണകപ്പൊടി നല്ലത് കിട്ടാനില്ല, ഒന്നാമത്തെ പ്രശ്നം. അഥവാ കിട്ടിയാലും ഭയങ്കര വിലയാണ്. അതിന് പകരം നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി, വളങ്ങൾ, രാസവളങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ അത് നമ്മുടെ മണ്ണിൻ്റെ കാർബൺ നൈട്രജൻ റേഷ്യോനെ ബാധിക്കുന്നൊരു പ്രശ്നമാണ്. അത് നമ്മൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. വർഷത്തിൽ ഒരു തവണയെങ്കിലും നല്ല ജൈവവളങ്ങൾ മണ്ണിൽ കൊടുക്കാൻ ശ്രമിക്കുക. അതിപ്പോൾ ഏലകൃഷി ആയാലും പച്ചക്കറി കൃഷി ആയാലും കുരുമുളക് കൃഷി ആയാലും എന്താണേലും അതിന് നമ്മൾ ശ്രമിക്കുക. അതായിരിക്കും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ മണ്ണിൻ്റെ ഇളക്കം കുറച്ച് നിലനിൽക്കും. മണ്ണിൽ നമുക്ക് ആവശ്യമായ സൂക്ഷ്മമായിട്ടുള്ള ജീവികളുണ്ട്. നമ്മളൊരു മണ്ണെടുത്തു കഴിഞ്ഞാൽ വളരെ കോടാടുകൂടി ബാക്ടീരിയാസ് ആ മണ്ണിൽ ജീവിച്ചിരിക്കുന്നുണ്ടാകും. അവരുടെ ഒരു കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് നമ്മുടെ മണ്ണ് ഫലപുഷ്ടമായിട്ട് നിൽക്കുന്നതും നമ്മുടെ ചെടികൾക്ക് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സിങ്ക് പോലുള്ള മൂലങ്ങൾ എടുത്തു കൊടുക്കുന്നതൊക്കെ ഇവരാണ്. അപ്പോൾ ഈ നമ്മൾ തുടർച്ചയായിട്ടുള്ള രാസവളങ്ങളുടെ ഉപയോഗം, ഫംഗിസൈഡുകളുടെ ഉപയോഗത്തിലൂടെ ഇത് കുറേയൊക്കെ നശിച്ചു പോകാറുണ്ട്. നമ്മൾ ഇതിനെ നമ്മളൊന്ന് വീണ്ടും ടോപ്പപ്പ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. നമ്മളിപ്പം നമ്മുടെ കൃഷി വകുപ്പിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഇവിടെ പഞ്ചായത്തിലൊക്കെ അന്വേഷിച്ചാൽ അറിയാം, നമുക്ക് ട്രൈക്കോഡർമ, സ്യൂഡോമോണാസ് പോലുള്ള മിത്ര കുമിൾനാശിനികളൊക്കെ നമുക്ക് തരാറുണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് ഡ്രെഞ്ച് ചെയ്ത് കൊടുക്കുക. അവർ മൾട്ടിപ്ലൈ ആകാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമുക്ക് കിട്ടിയ സ്യൂഡോമോണസ് കൊള്ളില്ല, അത് ഉപയോഗിച്ചിട്ട് യാതൊരു റിസൾട്ടും കിട്ടിയിട്ടില്ല എന്ന്.
അതിനൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മണ്ണിൻ്റെ CN റേഷ്യോ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് CN റേഷ്യോ അല്പം കൂടി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ മണ്ണ് കുറച്ച് ഇറുകിയതും മിത്ര ബാക്ടീരിയകൾക്ക്, അതായത് നമ്മൾക്ക് ബെനിഫിഷ്യറി മിത്ര ബാക്ടീരിയ അല്ലെങ്കിൽ നമുക്ക് ഉപകാരപ്രദമാകുന്ന മിത്ര ബാക്ടീരിയകൾക്ക് CN റേഷ്യോ കറക്റ്റായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മണ്ണിൽ എയറേഷൻ ഉള്ള സമയത്ത് മാത്രമേ നല്ല രീതിയിൽ മൾട്ടിപ്ലൈ ആകാൻ കഴിയുള്ളൂ. അപ്പം അതേ സമയത്ത് മണ്ണ് നല്ല ഉറച്ച് നല്ല കട്ടിയായി ഇറുക്കമുള്ള മണ്ണുകളാണെങ്കിൽ, അല്ലെങ്കിൽ എയർ സർക്കുലേഷൻ ഇല്ലാത്ത മണ്ണുകളാണെങ്കിൽ നമ്മുടെ ശത്രു ബാക്ടീരിയകൾ അവിടെ നന്നായിട്ട് മൾട്ടിപ്ലൈ ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ മണ്ണ് ഇളക്കമുള്ള സാഹചര്യത്തിൽ നല്ല ബാക്ടീരിയകൾ നല്ലപോലെ മൾട്ടിപ്ലൈ ആയിട്ട് ചെടി നല്ല ഗ്രോത്തിൽ വളർന്നു നിൽക്കുന്ന കാണാം. അതേസമയം മണ്ണ് ഇറുക്കമുള്ള തോട്ടങ്ങളിൽ നമ്മൾ നോക്കിയാൽ മതി, ചെടി പൊതുവെ മുരടിച്ചും ഒരു മഞ്ഞ ഷെയ്ഡിലൊക്കെ നിൽക്കുന്നതാണ് എല്ലാ ചെടികളും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മെയിൻ കാരണം. അപ്പം നമ്മുടെ മണ്ണ് സംരക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കാലവർഷത്തിൻ്റെ തുടക്കത്തിലും കാലവർഷത്തിൻ്റെ അവസാനത്തിലും നമ്മൾ കുമ്മായം നമ്മുടെ മണ്ണിൽ അപ്ലൈ ചെയ്ത് നമ്മുടെ pH ഒന്ന് റെഗുലേറ്റ് ചെയ്ത് നിൽക്കുക. അതേപോലെ നമ്മുടെ CN റേഷ്യോ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ജൈവ വസ്തുക്കളൊക്കെ അത് കറക്റ്റായ സമയങ്ങൾ നമ്മൾ ഒന്നെങ്കിൽ വേനൽക്കാലങ്ങളിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ മൺസൂൺ തീരുന്ന സമയം നോക്കി നമ്മുടെ മണ്ണിൽ കൊടുത്ത് നമ്മുടെ മണ്ണ് കുറച്ച് ഫലപുഷ്ടമായിട്ട് വെക്കുക. അതിനുശേഷം വർഷത്തിൽ ഒരു 2 തവണയെങ്കിലും മിത്ര ബാക്ടീരിയകൾ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിസേറിയത്തിനെ നേരിടാനായിട്ടാണെങ്കിൽ ട്രൈക്കോഡെർമയുണ്ട്, ബാസിലസ് സബ്സ്റ്റിൻസ് ഉണ്ട്, അതുപോലുള്ള മൈക്രോബ്സുകൾ നമുക്ക് കൊടുക്കാം. അതേപോലെ നമുക്ക് മണ്ണിലുള്ള ഫൈറ്റോത്തോർ അഴുകൽ ഉണ്ടാക്കുന്ന രോഗങ്ങളെ നേരിടാനായിട്ട് ട്രൈക്കോഡെർമ പോലുള്ള വസ്തുക്കൾ ആഡ് ചെയ്ത് കൊടുക്കാം. നെമറ്റോഡിനെ നേരിടാനാണെങ്കിൽ വെർട്ടിസിലിയം ക്ലാംബാസ്പോറ അല്ലെങ്കിൽ ബാസിലോമൈസസ് പോലുള്ള ജീവികളെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നമ്മുടെ മണ്ണിനെ നമുക്ക് കുറച്ച് രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ പുഷ്ടിപ്പെടുത്തി നിർത്തി കഴിഞ്ഞാൽ ഒരു പകുതി വരെ നമ്മുടെ കൃഷിയിലെ വലിയ വലിയ പ്രതിസന്ധികളൊക്കെ നമുക്ക് കുറയും. ഇത്രയൊക്കെ നമ്മൾ ഓർഗാനിക്കായിട്ട് ചെയ്താലും നമുക്ക് കുറച്ച് രാസവളങ്ങൾ കുമിൾനാശിനികളും ഇല്ലാതെ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഏലം വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നമ്മളൊരു 25 ദിവസത്തിനുള്ളിൽ തണ്ടുവരപ്പനും ചൊറിക്കും ഉള്ള മരുന്നുകൾ അടിച്ചു പോകണം. അപ്പോൾ നമ്മളത് കാലാവസ്ഥ അനുസരിച്ച് നമ്മൾ മരുന്നുകൾ ചാർട്ട് ചെയ്യാം. നമുക്ക് വേനൽക്കാലങ്ങളിലൊക്കെ നല്ല കട്ടി കൂടിയ മരുന്നുകൾ, അല്ലെങ്കിൽ നമ്മൾ ന്യൂ ജനറേഷൻ മോളിക്യൂൾസ് എന്നൊക്കെ പറയും, ടാർഗറ്റഡ് മോളിക്യൂൾസ് എന്നൊക്കെ നമ്മളിപ്പോൾ പലരും പല രീതിയിൽ പറയാറുണ്ട്. അതായത് കറക്റ്റ് തണ്ടുവരപ്പ് പുഴുക്കളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന മരുന്നുകൾ വരുന്നുണ്ട്. ഇപ്പോൾ മറ്റ് ജീവികൾക്കൊന്നും പ്രശ്നം ഉണ്ടാക്കാതെ, അല്ലെങ്കിൽ നമ്മൾ കുടിച്ചാൽ പോലും നമുക്കൊന്നും പറ്റത്തില്ല, തണ്ടുവരപ്പിന് മാത്രം പ്രശ്നം ഉണ്ടാക്കുന്ന ടൈപ്പ് മരുന്നുകൾ വരുന്ന മാർക്കറ്റിലുണ്ട്. അങ്ങനെയുള്ള മരുന്നുകളൊക്കെ നമുക്ക് എല്ലാം കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് നമ്മൾ മരുന്നുകൾ ചാർട്ട് ചെയ്യും. ഇപ്പോൾ മഴക്കാലത്തും വില കൂടിയ മരുന്നുകൾ അടിക്കണമെന്ന് നിർബന്ധമില്ല. ഈ മഴക്കാലങ്ങളിലൊക്കെ പൊതുവേ നമ്മുടെ പഴയ കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന ക്വിനാൽഫോസ് പോലുള്ള വീര്യം കുറഞ്ഞ മരുന്നുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ചെടിക്ക് കുറച്ച് അറസ്റ്റ് അല്ലെങ്കിൽ സ്ട്രെസ് കുറഞ്ഞിട്ട് അവർ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ക്വിനാൽഫോസ് ഒക്കെ അടിച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് കുറച്ച് ഫോസ്ഫറസ് ഒക്കെ ചെടിക്ക് അവൈലബിൾ ആകും. അപ്പോൾ നല്ല രീതിയിൽ അത് ഫ്ലവർ ചെയ്ത് കണ്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ള മരുന്നുകളൊക്കെ ഈ മഴക്കാലത്ത് നിന്ന് കുറച്ച് വേനലിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ മരുന്നുകളുടെ ഡോസേജിൽ നമ്മൾ ചെറിയ വേരിയേഷൻ കൊണ്ടുവരണം. അത് നമ്മൾ തന്നെ മനസ്സിലാക്കി ഒരു കടയിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള മോളിക്യൂൾസ് അവർക്ക് തരാൻ പറ്റും. അവർ വ്യാപാരമായിട്ടിരിക്കുന്നവരുകൊണ്ട് എൻ്റെ കയ്യിൽ ഇല്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി മേടിക്കുക എന്ന് അവർക്ക് പറയാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കടയിൽ പോയി ചോദിക്കുമ്പോൾ എനിക്ക് ഇന്ന മരുന്ന് മതി എന്ന് ആരോടെങ്കിലും കൺസൾട്ട് ചെയ്ത് നമ്മുടെ കൃഷി വകുപ്പിലോ ആരോടെങ്കിലൊക്കെ ചോദിച്ച് നമ്മൾ നല്ലൊരു സജഷനുമായിട്ട് കടയിൽ പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കൃഷിയിലെ കുറച്ച് കോസ്റ്റ് കുറയ്ക്കാൻ കഴിയും. അല്ലാത്ത പക്ഷം നമുക്ക് അറിയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ കടയിലുള്ളവർ പറയും ഇന്ന മരുന്ന് അടിച്ചു, അതിനോട് ഇതും കൂടെ കൂട്ടി അടിച്ചോളാൻ പറയുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ പറയും നമ്മുടെ കോസ്റ്റ് കൂടി വരുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാ കൃഷിക്കാരും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന പ്രൊഡക്റ്റുകളെ കുറിച്ച് കുറച്ച് ധാരണയോടുകൂടി നമ്മൾ പെരുമാറുക. അതാണ് നമുക്ക് ഇതിലെ മെയിൻ നമ്മുടെ കോസ്റ്റ് കട്ട് ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയ സംഭവം. അപ്പോൾ നമ്മൾ വേനലിലോട്ട് വരുന്നതോറും നമ്മുടെ മരുന്നുകളുടെ വീര്യം കൂടി വരും. അതൊക്കെ നമ്മൾ ഒരു കറക്റ്റ് മഴക്കാലങ്ങളിൽ 30 ദിവസം കൂടുമ്പോൾ മരുന്നടിച്ചാൽ മതി. വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് 22 ദിവസം ആകുമ്പോൾ കറക്റ്റായിട്ട് മരുന്നടിച്ച് പോവുക. ആ സമയങ്ങൾ അങ്ങനെ അടിച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തണ്ടുതുറപ്പം കയറിയില്ലെങ്കിൽ നമ്മുടെ കായ്കളുടെ ചൊറി പരത്തുന്ന ട്രിപ്സ്, കറുത്ത പേന് വളരെയധികം ചെടികളിൽ കണ്ടുവരും. അപ്പോൾ കായ്ക്ക് ചൊറി ഉണ്ടാകാനും ശരത്തിന് ചൊറി ഉണ്ടാകാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അതിനെ നമ്മളൊന്ന് നിയന്ത്രിച്ച് നിർത്തുക. അതൊക്കെയാണ് നമ്മൾ തണ്ടുതുറപ്പം നമ്മുടെ വിസിബിളി നമുക്ക് കാണാൻ കഴിയുന്ന പെസ്റ്റുകൾ. പിന്നെ വേനൽക്കാലത്ത് വരുന്ന വലിയ പെസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഊരൻ അല്ലെങ്കിൽ നമ്മൾ സ്കെയിൽസ് എന്ന് പറയുന്ന ഊരനുണ്ട്. ഊരന് അതിൻ്റെതായ കൃത്യമായ കെമിക്കലുകളുണ്ട്. അത് കറക്റ്റായിട്ട് ഉപയോഗിക്കുക. നമ്മൾ പല കെമിക്കലുകൾ ഉപയോഗിച്ച് ട്രൈ ചെയ്ത് മടുത്ത് ലാസ്റ്റ് നല്ലൊരു കെമിക്കലോട്ട് പോകുന്നതിന് വരെ കറക്റ്റായിട്ടുള്ളൊരു കെമിക്കലുകൾ കണ്ടെത്തി അത് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് പല കീടനാശിനികളുടെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ കഴിയും കറക്റ്റായിട്ടുള്ളൊരു മോളിക്യൂൾ കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുക. നമുക്ക് ഊരൻ, മീലിബഗ്, മൈറ്റ്സ് ഇതെല്ലാം വേനൽക്കാലങ്ങളിൽ വരുന്നതാണ്. അവർക്കുള്ള എന്തൊക്കെ കെമിക്കലുകൾ നമുക്ക് ഉപയോഗിക്കാം എന്നൊക്കെ നമ്മൾ കൃഷിക്കാർ അറിഞ്ഞു വെച്ചിട്ട് അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള മരുന്നുകൾ നമ്മൾ മേടിച്ച് ഉപയോഗിച്ച് നമ്മുടെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകും. നമ്മളൊരു ബ്രാൻഡിൻ്റെ പേരുകളോ അത്യാവശ്യം നമ്മളെ കെമിക്കലുകളൊക്കെ വേണമെങ്കിൽ പറഞ്ഞു പോകാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഏതൊക്കെ ഊരനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവികൾക്ക് എന്തെങ്കിലും ഒരു മരുന്ന് വേണം എന്ന ആവശ്യമുള്ളവർക്ക് അതിൻ്റെ കെമിക്കൽ നമുക്ക് പറയാൻ കഴിയുന്നതാണ്. അതേപോലെ ഒരു വർഷത്തിൽ നമ്മൾ പല തവണ നമ്മൾ ഫംഗിസൈഡ് കൊടുക്കാറുണ്ട്. റിപ്പീറ്റായിട്ട് ഫംഗിസൈഡ് കൊടുക്കുന്നവരുണ്ട്.
അങ്ങനെ റിപ്പീറ്റായിട്ട് ഫംഗിസൈഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കൂടുതൽ കിട്ടുകയല്ല ചെയ്യുന്നത്, റിസൾട്ട് കുറഞ്ഞു പോകണം പൊതുവെ കണ്ടുവരുന്നത്. എന്നാ വെച്ചാൽ പിന്നെ ഒരു മാസം നമ്മൾ അടിക്കാതിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും പെട്ടെന്ന് ഫിസേറിയം പോലുള്ള ഫംഗസുകൾ നമ്മുടെ ചെടിയിലോട്ട് കയറി വരുന്ന കാണാൻ കഴിയും. അതിന് കാരണം എന്താ, നമ്മുടെ ചെടിയുടെ റെസിസ്റ്റൻസ് പൊതുവെ പോയി. റെസിസ്റ്റൻസ് പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മണ്ണിലുള്ള നല്ല മൈക്രോബ്സ് വരെ നശിച്ചു പോയെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ കറക്റ്റായ ഇടവേളയിൽ മാത്രം ഫംഗിസൈഡ് കൊടുക്കുക, ഓവർഡോസ് കൊടുക്കാതിരിക്കുക. കറക്റ്റായിട്ടുള്ള ഇടവേളകളിൽ നമ്മൾ ഫംഗിസൈഡ് കൊടുത്ത് ഇവരെല്ലാം ഒന്ന് മാനേജ് ചെയ്ത് നിർത്തുക. അതാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള കാര്യം. അതേപോലെ നമ്മൾ മണ്ണിൻ്റെ ഇളക്കം നമ്മൾ നിലനിർത്തണം. ഏലകൃഷി ചെയ്യുന്ന കൃഷിക്കാർ മണ്ണിൻ്റെ ഇളക്കം നിലനിർത്തണം. അതിനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങളെന്നല്ല, നമ്മൾ വേനൽക്കാലങ്ങളിൽ പൊതയിടുക അല്ലെങ്കിൽ മൾച്ചിങ് എന്ന് പറയും, നമ്മൾ ചപ്പുകളൊക്കെ ചെടിക്ക് ചുറ്റും ഒന്ന് കൂട്ടിയിട്ട് ആ ഒരു മണ്ണിൻ്റെ സർഫസിനെ ഒന്ന് വെയിലടിക്കാതെ മൂടിയിടുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മണ്ണിന് പൊതുവെ ഇളക്കം കൂടും. അതിനുശേഷം കുറച്ച് ദിവസം കൊണ്ട് അതൊന്ന് പൊടിഞ്ഞ് മണ്ണിന് വീണ്ടും ഒരു എന്താ പറയുക, ഒരു കൈകളൊക്കെ പൊടിഞ്ഞ ഒരു വളക്കൂറുള്ള ഒരു പ്രതലം ഉണ്ടായി വരും. ആ പ്രതലത്തിലൂടെ പെട്ടെന്ന് വേരോടി നല്ല രീതിയിലുള്ള ആ വേരുകൾ നല്ല രീതിയിൽ ന്യൂട്രിയൻസ് വലിച്ചെടുക്കും. നമ്മുടെ ഏലത്തിൻ്റെ ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്ന വേരെന്ന് പറയുന്നത് പൊടിവേരുകളാണ്. നമ്മൾ വലിയ വേരുകൾ ഒത്തിരി ഉണ്ടായിട്ട് കാര്യമില്ല, അതിലുണ്ടാകുന്ന ചെറിയ ചെറിയ ഫൈബർ റൂട്ട്സ് ആണ് കൂടുതലായിട്ട് ന്യൂട്രിയൻസ് അപ്റ്റേക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ നോക്കുക, നമ്മൾ നല്ലപോലെ പൊതയിട്ട് കൊടുക്കുക. ഇനി പൊതയൊക്കെ കുറവ് എന്നിട്ടും മണ്ണ് നല്ല ഇറുക്കമുള്ള ഒരു സാഹചര്യങ്ങളൊക്കെയാണ് നമുക്ക് ഉണ്ടാകുന്നതെങ്കിൽ നമ്മളൊരു 3 വർഷത്തിലൊരിക്കലും മണ്ണൊക്കെ ഇളക്കി പണിയോട് തെറ്റില്ല. മണ്ണ് ഇളക്കി പണിയുമ്പോൾ ഉള്ള ഗുണങ്ങളാണ് നമുക്ക് എയറേഷൻ കൂടും, അതേപോലെ വേരിൻ്റെ ഡെവലപ്മെൻറ്റ്സ് കൂടും, മണ്ണിൽ നല്ല മൈക്രോബ്സിൻ്റെ എണ്ണം കൂടും, അതേപോലെ നിമാവരകളുടെ ആക്രമണം കുറച്ച് കുറഞ്ഞിരിക്കും. അത് മണ്ണിളക്കുമ്പോൾ. എന്നാൽ ഇതിലൊരു ദോഷവശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വേനൽക്കാലങ്ങളിൽ മണ്ണിളക്കുമ്പോൾ ഈ ഏലച്ചെടിയുടെ വേര് പൊട്ടിയിട്ട് ആ പൊട്ടിയ വേരിലൂടെ ഫംഗസുകൾ ഉള്ളിലോട്ട് കയറിയിട്ട് ചെടിക്ക് ഒരു മഞ്ഞപ്പോൾ ക്ഷീണമൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പം ഇതൊക്കെ നോക്കി കറക്റ്റായിട്ട് മാനേജ് ചെയ്യും. ഏത് സമയത്ത് നമ്മുടെ ചെടിയുടെ അവസ്ഥ അനുസരിച്ചാണ് നമ്മൾ മണ്ണുമണികളൊക്കെ ചെയ്യുന്നത്. അത് വർഷത്തിൽ 3 വർഷം കൂടുമ്പോൾ ഒരിക്കലൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ വേനൽക്കാലങ്ങളിൽ പൊതയൊക്കെ ഇട്ട് അതിൻ്റെ ചുറ്റുപാടും വലിയ മണ്ണ് ഇറങ്ങി പോകാതൊക്കെ ചെയ്യാം. പിന്നെ മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ഏലകൃഷിയിൽ വർഷത്തിൽ ഒരു 2 തവണയെങ്കിലും നിമാവരയ്ക്കുള്ള മരുന്ന് കൊടുക്കുക. നിമാവരം നമ്മുടെ കണ്ണിൽ കാണാൻ കഴിയില്ല. നമ്മൾ ശരിക്കും അതിൻ്റെ ഒരു വേരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വേരിൻ്റെ അഗ്രഭാഗത്ത് ചെറിയൊരു ബബിള് പോലെ ഒരു സാധനം കാണാൻ കഴിയും. അത് ശരിക്കും നമ്മൾ സൂക്ഷിച്ച് നോക്കിയാലേ കാണുള്ളൂ. ഏറ്റവും ആദ്യം ആ ഫൈബർ റൂട്ട്സ് പിടിക്കുക. അത് ചെറിയ വേരാണ് നമുക്ക് കാണാൻ കഴിയില്ല. അത് കൂടി വലിയ വേരിലോട്ട് കയറി കഴിയുമ്പോഴാണ് നമ്മുടെ ചെടിയുടെ ഇലയുടെ നാമ്പ് കുറുകുക, വരുന്ന ഇലകളുടെ വലുപ്പം കുറയുക, തട്ട പതി ഇങ്ങനെ വളഞ്ഞു തുടങ്ങുക, ഇങ്ങനെയൊക്കെ തുടങ്ങും. പിന്നെ കായ്പിടുത്തം വളരെ കുറവ്, ഫ്ലവർ ചെയ്താൽ ഇത് കായ്ക്കുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലോട്ട് വരുമ്പോഴാണ് നമ്മളിത് പൊതുവെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ വേരൊന്ന് മാറ്റി നോക്കി അത് നോക്കിയിട്ട് അതിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒത്തിരി മോളിക്യൂൾസ് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നുണ്ട്. ഇപ്പോൾ വേലം പറയുമ്പോൾ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളതുണ്ട്. പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഷ്യൂരിഡാനുണ്ട്. അങ്ങനെ പല റേഞ്ചിലുള്ള മരുന്നുകളുണ്ട്. അത് കൃത്യമായിട്ട് നമ്മുടെ വേരിൻ്റെ അവസ്ഥ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേരുപുഴു, മീലിബഗ്, നെമറ്റോണിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. നമുക്ക് ഉണ്ടാകുന്ന 100 കിലോ കായ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇതിൽ 60 കിലോ നശിപ്പിക്കാൻ ശേഷിയുള്ളവരാണ് ഇവർ 3 പേരും കൂടെ ചേർന്നത്. നമുക്ക് കാണാൻ കഴിയില്ല, മണ്ണിനടിയിലാണ്. അപ്പോൾ നമ്മൾ അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തൊരു കൃഷിക്കാരൻ ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇതിനുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ചെടിക്ക് നല്ല രീതിയിൽ ഒരു ഊർജ്ജവും നല്ല രീതിയിൽ പൊതുവേരെടുക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മൾ വേരിൽ മണ്ണിനടിയിലുള്ള കീടങ്ങളായിട്ട് കണ്ട് അവർക്കുള്ള ട്രീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ മണ്ണിൽ നല്ല രീതിയിൽ ഫംഗസുകളുണ്ടാകും. ഇപ്പോൾ ഫിസേറിയോ ആയിക്കോട്ടെ, ഫൈറ്റോതോറ ആയിക്കോട്ടെ, ഭിത്തി ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഫംഗസുകളെല്ലാം നല്ല രീതിയിൽ നമുക്ക് ഏലച്ചെടികൾ പൊതുവെ കണ്ടുവരുന്ന ഫംഗൽ രോഗങ്ങൾ ചില ഫൈറ്റോതോറയുടെ ആക്രമണം കൊണ്ടുള്ള അഴുകൽ 2 രീതിയിലുണ്ടാകും. തടചീച്ചിൽ, അതേപോലെ ശരം വഴുകി പോകുന്ന കൊത്തഴുകൽ എന്ന് പറയുന്ന രോഗം. പിന്നെ ഫിസേറിയം എന്ന് പറഞ്ഞാൽ അല്ലാത്തൊരു കാറ്റഗറി ഉണ്ട്. ഫിസേറിയം നമ്മുടെ പോളയൊക്കെ പൊളിഞ്ഞ് കീറി. പിന്നെ അതിൽ അടുത്ത് നമ്മൾ പോമ എന്ന് പറയും, തട്ട പൊട്ടിക്കീറി, ഇളം ചിപ്പുകൾ പൊട്ടിക്കീറിയിട്ട് ആ ചിമ്പിലുണ്ടാകുന്ന വള്ളികൾക്കൊന്നും ആരോഗ്യമില്ലാതെ നശിച്ചു പോകുന്നൊരു സാഹചര്യമുണ്ട്. അതും നമ്മൾ കണ്ടുവരുന്നത്. പിന്നെ അടുത്തത് റൈസറ്റോണിയ എന്ന് പറയുന്ന സംഭവമുണ്ട്. ക്ലെംറൂട്ട് റൈസറ്റോണിയ എന്നൊക്കെ പറഞ്ഞാൽ ഇളം ചിമ്പുകളുടെ അടിവശത്ത് റോസ് കളറൊക്കെ വന്നിട്ട് അത് പോവുക, ആ ഉണ്ടാകുന്ന ചെറിയ ചിമ്പുകൾ അഴുകി പോവുക, ഈ പ്രശ്നമൊക്കെ അതൊക്കെ കൂടുതലായിട്ട് കണിപ്പറമ്പൻ ചെടികളിലാണ് കണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ അത് കണ്ടം പോലുള്ള പ്രദേശങ്ങളിലൊക്കെ നിൽക്കുന്ന ആ ചെടികൾക്കാണ് കൂടുതലും കണ്ടത്. അത് pH കുറച്ച് ലോ ആയിട്ട് നിൽക്കുമ്പോൾ ഈ രോഗങ്ങളൊക്കെ പെട്ടെന്ന് പിടിക്കും. ഇതിനുള്ള ഒരു മുൻകരുതൽ നമ്മൾ എടുക്കുക. നമുക്കത് ഫംഗിസൈഡ് കൊണ്ട് വേണമെങ്കിൽ നേരിടാം. മൈക്രോസിനെ കൊടുത്ത് നമുക്ക് സ്യൂഡോമോണസ്, ട്രൈക്കോഡർമ, ബാസിലസ് സബ്സ്റ്റിൽസ് അങ്ങനെയുള്ള ജീവികളെ കൊടുത്ത് വേണമെങ്കിൽ നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റും. എപ്പോഴും നമ്മൾ ലാഭകരമായിട്ട് അല്ലെങ്കിൽ കൂടുതൽ ഈൽഡിലോട്ട് എത്തണമെങ്കിൽ കെമിക്കൽ കൊണ്ട് മാത്രം നമുക്ക് കഴിയില്ല. നല്ല രീതിയിലുള്ള മൈക്രോബ്സിൻ്റെ ഉപയോഗം കൂടെ വേണം. നമ്മളിപ്പോൾ രാസവളങ്ങൾ വാരി ചെടിക്ക് ചുറ്റും ഇടുന്നു, കുറച്ച് ദിവസം നമ്മൾ നോക്കിയിട്ട് ഇതിന് യാതൊരു റെസ്പോൺസും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മുടെ മണ്ണിൽ ഈ രാസവളങ്ങളെ പെട്ടെന്ന് അങ്ങനെ ചെടിക്ക് എടുക്കാൻ കഴിയില്ല. ഇതിനെ വിഘടിപ്പിച്ച് ചെടിക്ക് എടുക്കാവുന്ന രീതിയിലോട്ടാക്കുന്ന മൈക്രോബ്സ് ഉണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ നമുക്ക് ചെടിക്ക് എടുക്കാൻ കഴിയുള്ളൂ. നമ്മൾ 10-26 വാരി ഇട്ടു, 10% നൈട്രജൻ, 26 ഫോസ്ഫറസും പൊട്ടാഷ്യം ഉണ്ട്. ഇത് ചെടി എടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഇത് ചെടിക്ക് എടുക്കാൻ പാകത്തിനാക്കി കൊടുക്കാൻ പറ്റുന്ന മൈക്രോബ്സ് മണ്ണിലുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ കൃഷി വകുപ്പിലേക്ക് ചോദിച്ചാൽ എല്ലാ ഉദ്യോഗസ്ഥർക്കെല്ലാം അറിയാം. NPK ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ അവൈലബിൾ ആകും. വളരെ കുറഞ്ഞ കോസ്റ്റ് നമുക്കിവിടെ അവൈലബിൾ ആകുന്നുണ്ട്.
അത് നമ്മൾ ഇടയ്ക്ക് കലക്കി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഫോസ്ഫറസ് പൊതുവേ ഒരു മടിയനായിട്ടുള്ള മൂലമാണ്. അത് മുന്നോട്ട് ഒരിക്കലും ചെടിയിലോട്ട് കയറി വരില്ല. അവരെ മൂവ് ചെയ്യാനുള്ള ശേഷിയുള്ള മൂലകങ്ങൾ, മിത്രജീവികൾ, ഇപ്പം നമുക്ക് വാം കൊടുക്കാം, ഫോസ്ഫറസ് മൊബിലൈസിങ് ബാക്ടീരിയസ് കൊടുക്കാം. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ മൊബിലൈസ് ചെയ്ത് ചെടി എടുത്തു കഴിയുമ്പോൾ നല്ലൊരു മാറ്റം ചെടിയിലുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃഷിക്കാർ ശ്രദ്ധിക്കുക. അതേപോലെ നമ്മുടെ മരുന്നിൻ്റെ ഉപയോഗം കൃത്യമായിട്ട് നമ്മൾ ചാർട്ട് ചെയ്ത് വെക്കണം. മരുന്ന് അടിക്കുന്ന കൃഷിക്കാർ ഒരു ചാർട്ട് ഉണ്ടാക്കി വെക്കണം. ഈ മഴയനുസരിച്ച് നമുക്ക് മഴയും കാലാവസ്ഥ അനുസരിച്ച് ഈ ചാർട്ടിന് ചെറിയ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാകും. മഴക്കാലങ്ങൾ ഇന്ന മരുന്നുകൾ ഉപയോഗിക്കണം, ഇതിൻ്റെ കൂടെ ഇന്നതൊക്കെ ഉപയോഗിക്കണം എന്നൊരു ചാർട്ട് ഉണ്ടാക്കി വരാം. ഡിസംബർ അയക്കുമ്പോൾ മഴ കുറച്ച് കുറയുന്നതനുസരിച്ച് കുറച്ചും കൂടെ കട്ടി കൂടിയ മരുന്നുകൾ, വേനൽ അയക്കുമ്പോൾ നല്ല ശക്തമായിട്ടുള്ള മരുന്നുകൾ, ഇതൊക്കെ നമ്മളൊരു ചാർട്ട് ഉണ്ടാക്കി വെച്ച് നമുക്ക് കൃഷി ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കൃഷി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. എന്നുവെച്ചാൽ ആരൊരു സഹായമില്ല, ഇന്ന മരുന്നാണ് ഞാൻ അടിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ന റേറ്റിന്. പിന്നെ ഇത് നമുക്കെല്ലാം കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും. പല ബ്രാൻഡിൽ പല വിലയിൽ കിട്ടും. നമ്മളെപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ബ്രാൻഡ് ചൂസ് ചെയ്യാന്നേ ഉള്ളൂ. അതിനകത്ത് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടണമല്ലോ. ഒരു പ്രാവശ്യം പഠിച്ച് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ശരമെല്ലാം കുത്തിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈൽഡിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അതേപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ഡോസ് അടിക്കുക. ഡോസ് കുറച്ച് അടിച്ചാലും പ്രശ്നമാണ്, കൂട്ടി അടിച്ചാലും പ്രശ്നമാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഡോസിൽ ഇത് മാനേജ് ചെയ്യാം. അപ്പം മരുന്നടി നമ്മളൊരു 22 ദിവസങ്ങളിൽ വേനൽക്കാലങ്ങളിൽ അടിക്കുക. മഴക്കാലം ആകുമ്പോൾ ഒരു 30 ദിവസം 35 ദിവസം ആയാലും കുഴപ്പമില്ല. പക്ഷേ ചൊറി വരാതെ നമ്മൾ നോക്കണം. അതിനുള്ള മരുന്നുകൾ ശരിക്കും ഒരു തണ്ടുവെറുപ്പിൻ്റെ മരുന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ചൊറി പരത്തുന്ന ജീവികൾക്കും കൂടെ ഉള്ളത്, ചില മരുന്നുകൾ ചൊറിക്കും കൂടെ ഉള്ളതുകൊണ്ട് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തണ്ടുവെറുപ്പിന് കൊടുക്കുന്ന മരുന്നുകളൂടെ മസ്റ്റായിട്ട് നമ്മൾ ചൊറിക്കുള്ള മരുന്നുകളൂടെ കൂട്ടി കൊടുക്കുക. അതേപോലെ മരുന്നടിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ശരിക്കും ഉള്ളത്, നമ്മൾ പലരും ടോണിക്കുകൾ ഉപയോഗിക്കാറുണ്ട്, പല തരത്തിലുള്ള ഹോർമോൺസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല, ഇത്ര ഉള്ളൊരു ചെറിയൊരു കുപ്പി ചിലപ്പോൾ 1000 രൂപ 2000 രൂപ, ഇത് അടിക്കുമ്പോൾ കായ്ക്ക് വലുപ്പവും നല്ല ഫ്ലവറിങ് ഒക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ അതിന് ശേഷം ഒരു ഈ ചെടി ഒന്ന് നിരീക്ഷിച്ച് നോക്കി എന്താണ് മാറ്റുന്നത്. നമുക്കൊരു 2-3 വർഷമായിട്ട് നമ്മുടെ ഈ ഇടുക്കി ജില്ലയിൽ പലയിടത്തും പോയി നോക്കിയറിയാം, ഭയങ്കരമായിട്ട് നമ്മുടെ ചെടികൾ ഒടിയുന്നുണ്ട്. ഈ വർഷത്തെ കാറ്റിന് വരുന്നത് ഒരു 40% ചെടി ഒടിഞ്ഞു പോയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ കുറേ ഇടങ്ങളിലൊക്കെ പോയി കണ്ടിരുന്നു. അപ്പം ഇതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ അമിതമായിട്ടുള്ള ഹോർമോണിൻ്റെ ഉപയോഗം, അതേപോലെ അസമയത്തുള്ള വാട്ടർ സോല്യൂബിൾ ഫെർട്ടിലൈസർ നമ്മൾ 25 കിലോ ബാക്കി കിട്ടുന്ന അതിൻ്റെ ഒരു ഉപയോഗം കൊണ്ട് ചെടി നല്ല രീതിയിൽ ഹൈറ്റ് വെക്കുകയാണ്. ആ ഹൈറ്റ് വെക്കുന്ന ചെടികൾക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നാരുകെട്ടി കുറവാണ്. നല്ല രീതിയിൽ വളർന്ന് വേനൽക്കാലത്ത് നല്ല പച്ചപ്പോടെ ആരും കണ്ടാൽ കൊതിക്കുന്ന രീതിയിൽ നിൽക്കും. ഒരൊറ്റ മഴ പെയ്യുന്നത് ചാഞ്ഞും ചെരിഞ്ഞും ഒടിഞ്ഞും ഒക്കെ ആയിട്ട് ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അഴുകൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു രീതിയിലോട്ട് പോകും. അപ്പം നമ്മുടെ പണികൾ മാനേജ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേനൽക്കാലം ചെടി ഇച്ചിരി മുറങ്ങി നിന്നാലും കുഴപ്പമില്ല, ഒത്തിരി ഹൈറ്റിലോട്ട് പോകാതെ നമ്മൾ മാനേജ് ചെയ്യുക. ഹൈറ്റിലോട്ട് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കറക്റ്റായിട്ടുള്ള ടൈമിൽ നമ്മൾ ചെടികളുടെ ഷെയ്ഡ് റെഗുലേഷൻ, മഴയ്ക്ക് മുന്നായിട്ട് ഷെയ്ഡ് റെഗുലേറ്റ് ചെയ്ത് നിർത്തുക. എന്ന് വെച്ചാൽ മഴയ്ക്ക് മുന്നേ ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ വെള്ളമുള്ളവരൊക്കെ ഇച്ചിരി കഴിഞ്ഞിട്ടാണെങ്കിലും ചെയ്താൽ കുഴപ്പമില്ല. വെള്ളം കുറവുള്ളവർ മഴയ്ക്ക് തൊട്ട് മുന്നേറ്റ് ഷെയ്ഡ് റെഗുലേറ്റ് ചെയ്ത് നിർത്തുവാണെങ്കിൽ അടുത്ത വേനലാകുമ്പോഴത്തേക്ക് ആ ഭാഗങ്ങളിൽ നല്ല രീതിയിൽ കൊപ്പ് കയറി വരുന്നതായിട്ട് കണ്ടു, തണലായി വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാം. നല്ലപോലെ സൺലൈറ്റ് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ഉയരത്തിലോട്ടുള്ള വളർച്ച, അതായത് അതിന് കാരണം എന്ന് വെച്ചാൽ ഓക്സിജൻ എന്ന് പറഞ്ഞ ഹോർമോൺ കൂടുമ്പോഴാണ് ഇവന് ഉയരത്തിലോട്ട് പൊങ്ങിപ്പോകുന്നത്. ഓക്സിജൻ സിന്തസിസ് കുറച്ച് കുറഞ്ഞിട്ട് ഇവൻ കുറച്ച് കുറ്റിച്ച് കുറേ അധികം ചിമ്പുകളോട് വളർന്നു വരും നല്ലപോലെ വെട്ടം കിട്ടിക്കഴിയുമ്പോൾ. അതിനുശേഷം ഈ ജിബർലിന്, സൈറ്റോകൈൻ പോലുള്ള ഹോർമോണുകളുടെ ഉപയോഗം കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കി 1-2 തവണയൊക്കെ ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല. നമ്മൾ ഈൽഡ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് കണ്ടമാനം നമ്മൾ വിലക്കുറവാണ്. നൈട്രോബൻസിനൊക്കെ തീരെ വിലക്കുറവാണ്, നല്ല ഫ്ലവറിംഗ് ആണ്. തമിഴ്നാട്ടിൽ മുല്ലയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് നമ്മളിവിടെ കൊണ്ട് കണ്ടമാനം ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ചെടിയുടെ മൊത്തത്തിലുള്ള സ്ട്രക്ചർ മാറിപ്പോകും. അപ്പോഴത്തേക്ക് പിന്നെ ഇതിനെ പറ്റുന്ന കണ്ടമാനം പൊക്കം കൂടും, നാരുകെട്ടി കുറയും. ഇതിൻ്റെ അനന്തരഫലം എന്താ വെച്ചാൽ ഫംഗൽ രോഗങ്ങൾ പെട്ടെന്ന് ഈ ചെടിയിലോട്ട് കയറി വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് വീണ്ടും ഫംഗിസൈഡ് എടുക്കണം. ആദ്യം 1000-ന് അടിച്ചു, 2000-ന് അടിച്ചു, 3000-ന് അടിച്ചു, 7000, 10000, നമ്മുടെ ആരോ പറഞ്ഞു 15,000 രൂപ വരെ ഫംഗിസൈഡ് ഉള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമുക്കറിയാം ചില 100 ഗ്രാമിനൊക്കെ 1000 രൂപ വരെയുള്ള ഫംഗിസൈഡുകൾ വരെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഇപ്പോൾ ഹോർമോണിൻ്റെയൊക്കെ ഉപയോഗം നമ്മൾ കറക്റ്റായിട്ട് നോക്കി കണ്ടു ഉപയോഗിക്കുക. ജിബർലിൻ, സൈറ്റോകൈനിൻ, ഹോമോബ്രാസിനോൾ പോലുള്ള ഹോർമോണുകളുടെ ഉപയോഗമൊക്കെ കുറച്ച് നോക്കിയും കണ്ട് ഉപയോഗിക്കുക. നമുക്ക് ആരും നമ്മളിതിനെക്കുറിച്ച് ശരിക്കും ഈ സാധനങ്ങളെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ നമുക്ക് അത്യാവശ്യം എല്ലാവരുടെ കയ്യിൽ മൊബൈലുണ്ട്. ഇതിൻ്റെ പേരൊന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും. അതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഹോർമോണുകളും മരുന്നൊക്കെ ഉപയോഗം കറക്റ്റായിട്ട് ക്രമീകരിക്കാം. നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം മഴക്കാലങ്ങളിൽ മഴ കുറച്ച് കുറയുന്ന സമയങ്ങളിൽ അമിനോ ആസിഡ്സ് ഉപയോഗിക്കുക. അത് വലിയ ദോഷം ചെയ്യില്ല. കുറച്ച് അഴുകലൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമാണ്, അഴുകൽ കൂടും. അതേപോലെ സീവീഡ് എക്സ്ട്രാക്റ്റുകളൊക്കെ അങ്ങനെ നമ്മുടെ ബയോസ്റ്റിമുലൻ്റെ കാറ്റഗറി പെടുന്നത് ഉപയോഗിക്കാൻ കഴിയും. ഹോർമോൺസ് കുറച്ച് ആവശ്യാനുസരണം എന്ന് വെച്ചാൽ സൈറ്റോകൈനിൻ നമുക്ക് ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ചിമ്പടിക്കാത്ത ചെടികൾക്ക് ചിമ്പടിപ്പിക്കാനായിട്ട് സൈറ്റോകൈനിൻ കൊടുത്തു കഴിഞ്ഞിട്ട് നല്ലൊരു ഫോസ്ഫറസ് കൂടി വളങ്ങളും കൂടി കൊടുക്കുകയാണെങ്കിൽ ചെടി ചിമ്പടിച്ച് കാണുന്നുണ്ട്. അപ്പോൾ ആവശ്യാനുസരണം ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഹോർമോണിൻ്റെ ഉപയോഗം ആവശ്യമെങ്കിൽ മാത്രം നമ്മുടെ ചെടിയിൽ ഉപയോഗിക്കുക. നമ്മുടെ ചെടി ഹൈറ്റിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക.
അതേപോലെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ് കീടനിയന്ത്രണത്തിൽ ഊരന് മീലിബഗ് അതുപോലെയുള്ള കാര്യങ്ങളുടെ പറഞ്ഞു. ഊരനൊക്കെ നമുക്ക് കൃത്യമായിട്ട് നോക്കുവാണെങ്കിൽ നമുക്കിപ്പം ഡൈഫെൻത്രോൺ എന്ന് പറഞ്ഞ കെമിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഊരിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡിനിറ്റോഫ്യൂറാൻ ഏകദേശം ഞാൻ കുറച്ച് മരുന്നുകളുടെ പേര് പറഞ്ഞു. നമുക്ക് ബെയറിൻ്റെ മൂവിറ്റോ എനർജി എന്ന് പറഞ്ഞൊരു മരുന്ന്, അത് ഊരിന് നല്ല മരുന്നാണ്. പക്ഷേ 4000 രൂപ വിലയാണ്. പക്ഷേ നമുക്ക് അതിലും കുറഞ്ഞ കോസ്റ്റിൽ വേറെ അസഫേറ്റ് പ്ലസ് ബുഫ്രോഫിക്സ് എന്ന് പറഞ്ഞ കോമ്പിനേഷനൊക്കെ തണ്ടുവരപ്പിനും ഊരിനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെയുള്ള മരുന്നുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ഊരിന് കൃത്യമുണ്ട്. കുറച്ച് ചൂട് കൂടിയ മേഖലയിൽ ഊരൻ്റെ ആക്രമണം ഭയങ്കര കൂടുതലായിരിക്കും. അതിൻ്റെ പൂള നമ്മൾ പൊളിച്ച് നോക്കി അവിടെ ഊരൻ മുട്ടയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ കഴിയും. ഈ ഊരൻ വന്നു കഴിഞ്ഞുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുറത്തെ സെല്ല് ഡാമേജ് ആക്കിയിട്ട് അതിലൂടെ പെട്ടെന്ന് ഫിസേറിയൻ ചെടിക്ക് പിടിക്കും. മഴക്കാലം ആകുമ്പോഴത്തേക്ക് അവിടെ ഒടിഞ്ഞു പോകും. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഊരിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ അതിനുള്ള കീടനിയന്ത്രണങ്ങൾ കൃത്യമായിട്ട് നോക്കുക. പിന്നെ നമ്മൾ ഫംഗൽ രോഗങ്ങളിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ പറഞ്ഞ ഫിസേറിയം, ബോമ അതുപോലുള്ള രോഗങ്ങൾ, അത് ഫിസേറിയത്തോടനുബന്ധിച്ച് വരുന്ന രോഗമാണ്. ഫിസേറിയം പൂള പൊളിഞ്ഞ് ചെടിയിൽ ഒരു ചെമ്പ് കളറിലായി അങ്ങനെ വരുമ്പോൾ ഇത് മണ്ണിൽ നിന്ന് വേരിലോട്ട് കയറി വേരിൽ വന്ന് സൈലത്തിൽ വന്ന് അവിടെ അത് സ്പ്രെഡായി കഴിയുമ്പോഴാണ് ഈ മഞ്ഞ കളറും ഇതിന് ക്ഷീണമൊക്കെ കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ നമ്മളിത് കയറി സിവിയർ ആകാൻ നിൽക്കാതെ അഡ്വാൻസ് ആയിട്ട് ഒരു 3 മാസത്തിൽ ഒരിക്കലും ഒരു ചെറിയ ഫംഗിസൈഡുകളൊക്കെ കൊടുത്തു പോവുകയാണെങ്കിൽ ഒത്തിരി കൂടിയൊന്നും കൊടുക്കണമെന്നില്ല. നമുക്ക് നമ്മുടെ കാർബൺ ഡയോക്സൈഡോ മാംഗസിൻ പോലുള്ളതൊക്കെ കൊടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇവരെല്ലാം കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയും. അപ്പോൾ നമുക്ക് ഒരിക്കലും നേരത്തെ നിന്ന് ഫിസേറിയ മാറ്റിയെടുക്കാൻ നമ്മൾ ആരും വിചാരിക്കാൻ വേണ്ട, ഒരു കൺട്രോളിൽ കൊണ്ടുവരാനേ പറ്റുള്ളൂ. അതേപോലെ നിമാവരുടെ കാര്യവും അങ്ങനെയാണ്. നമുക്ക് ഒരിക്കലും ഇവരെ പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയില്ല. ഒരു കൺട്രോളിൽ കൊണ്ടുപോകും, നല്ലൊരു ആദായം എടുക്കാന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫംഗിസൈഡിൻ്റെ കാര്യം നോക്കുമ്പോൾ നമുക്കൊരു 3 മാസത്തിലൊരിക്കൽ കറക്റ്റായിട്ട് ഒരു ഫംഗിസൈഡുകളൊക്കെ സ്പ്രേ ചെയ്ത് വലിയ കട്ടി കൂടാത്ത ഫംഗിസൈഡുകളൊക്കെ കൊടുത്ത് നമുക്ക് ചെടി മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ചെടി നല്ലൊരു പച്ച കളറിലും അതേപോലെ നല്ലൊരു ഈൽഡിലൊക്കെ നിൽക്കുന്നതാണ്. പിന്നെ നമ്മൾ ഫംഗലിൻ്റെ രണ്ടാമത്തെ ഒരു കാറ്റഗറി അഴുകൽ രോഗങ്ങളാണ്. മഴ എത്തിക്കഴിയുമ്പോഴത്തേക്ക് കൂടി വരിക അഴുകൽ രോഗങ്ങൾ. നല്ല ഹൈറ്റ് വെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ചെടികൾ നോക്കി കഴിഞ്ഞാൽ തട്ട അങ്ങ് ചാഞ്ഞു പോകും. ചില മേഖലയിൽ നോക്കിയാൽ ശരം അങ്ങ് ചീഞ്ഞു പോകും. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഫംഗിസൈഡുകൾ ഉപയോഗിക്കും. ഇതിനൊന്നും റിസൾട്ട് കിട്ടാത്തതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൂമിസൈറ്റുകൾ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ പെടുന്ന ഫംഗസുകളാണ് ശരിക്കും ഈ അഴുകൽ രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവരൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇവർക്ക് ടാർഗറ്റ് ചെയ്യുന്ന കെമിക്കലുകൾ കൊടുത്താൽ മാത്രമേ നമുക്ക് ഇത് കൺട്രോളിലാവുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് കൊടുക്കാൻ ഈ അഴുകൽ രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പണ്ടുതൊട്ടേ ബോഡോമിസൈഡുകൾ ഉപയോഗിച്ചിരുന്നതാണ്. ഇന്നുള്ള ശക്തമായ മഴയും കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് കോൺടാക്ട് ഫംഗിസൈഡുള്ള ബോഡോമിസൈഡുകൾ ഏക്കാതായി തുടങ്ങി. അപ്പോൾ നമ്മൾ സീസണിൻ്റെ ആദ്യം മഴയ്ക്ക് മുന്നേ ഒരു ബോഡോമിസൈഡൊക്കെ കൊടുത്ത് നിർത്തുക. അതിനുശേഷം മഴ വന്നതിന് ശേഷം അഴുകൽ വന്ന് തുടങ്ങിയാൽ മെറ്റലാക്സിഡ്, ഡൈമെത്തോമോർഫ്, അതേപോലെ സൈമോക്സിലിൻ, കോപ്പർ ഹൈഡ്രോക്സൈഡ്, കോപ്പറോക്സിക്ലോറൈഡ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാൽ നമുക്ക് നല്ല റിസൾട്ടുകളുള്ളൂ. അപ്പോൾ അഴുകൽ രോഗങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കി ചെയ്തു പോവുക. അതാണ് ഇതിന് മെയിൻ കാര്യം. നമ്മളെ മണ്ണ് നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ രോഗങ്ങളൊക്കെ ഒത്തിരി നമുക്ക് കുറയ്ക്കാൻ കഴിയും. എന്നുവെച്ചാൽ മണ്ണ് നല്ല ഇളക്കമുള്ളതും വേരുകളുടെ ഒരു വളർച്ച കൂടുതലുള്ളതും കറക്റ്റായിട്ടുള്ള ഓർഗാനിക് കാർബൺ മെയിൻറ്റെയിൻ ചെയ്യുകയും മണ്ണിൽ നല്ല മൈക്രോബ്സ്, അതായത് ശരിക്കും നമ്മുടെ രോഗങ്ങളെ എതിർക്കുന്ന മൈക്രോബ്സാണ് ഈ സൂഡോമോണസ് ട്രൈ വാട്ടർ സോളിബിൾ നമുക്ക് 25 കിലോ വായിക്കും കിട്ടുന്നത്. പിന്നെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഫോളിയാർഗൈഡ് വളങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 1/2 കിലോ 1 കിലോ 200 ഗ്രാമൊക്കെ അടിക്കുന്ന ഫോളിയാർ വളങ്ങളുണ്ട്. പ്യൂർലി സ്പ്രേയിങ് ഗ്രേഡ് ആയിട്ടുള്ളത്. അങ്ങനെയുള്ള വളങ്ങളൊക്കെയാണ്. നമ്മൾ ഇത് ഏതൊക്കെയാണ് ഏത് സമയത്താണ് ഉപയോഗിക്കുന്നത് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കായ് പിടിക്കുന്ന സമയങ്ങളിൽ നല്ല ഈൽഡിൽ നിൽക്കുന്ന സമയങ്ങളിൽ നമുക്ക് 1 കിലോ നമുക്ക് ഒരു ചെടിയിൽ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ മണ്ണിൽ നിന്ന് ഒരു 120 ഗ്രാമോളം നൈട്രജനും ഒരു 14 ഗ്രാമോളം ഫോസ്ഫറസും ഒരു 200 ഗ്രാമോളം പൊട്ടാഷ്യം നീക്കം ചെയ്യപ്പെടും 1 കിലോ നമ്മൾ ഉൽപ്പാദിപ്പിക്കണേ. അപ്പോൾ നമ്മുടെ മണ്ണിൽ നിന്ന് എത്രത്തോളം മൂലകം ഇവർ വലിച്ചെടുക്കുന്നതെന്ന് ഓർക്കണം. ഈ ഏലം മാത്രമല്ല ഈ മണ്ണിൽ നിൽക്കുന്നത്, അതുപോലെ പലതരം മരങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പം മൂലകത്തിൻ്റെ ഒരു കുറവുകൾ എപ്പോഴും ഉണ്ടാകും ആ മണ്ണിൽ. നമ്മൾ നോക്കുമ്പോൾ നല്ല വളക്കൂറുണ്ട്, ഇഷ്ടം പോലെ ചപ്പുണ്ടെന്നൊക്കെ പറഞ്ഞാലും ഇവർക്ക് കുറച്ചും കൂടെ ന്യൂട്രിയൻസ് വേണം. അപ്പോൾ നമ്മളെ കാലാവസ്ഥ അനുകൂലമാകുന്നതിനനുസരിച്ച് മണ്ണിൽ വളങ്ങൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ വളങ്ങൾ കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണ്, നമ്മൾ പറഞ്ഞാൽ നമ്മുടെ pH വേരിയേഷൻ ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വളങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നല്ലൊരു മൈക്രോബ്സിനെ മണ്ണിൽ കൊടുക്കണം. ഒരു NPK ബാക്ടീരിയ കൊടുക്കണം. ഈ കൊടുത്ത വളങ്ങളൊക്കെ നല്ലപോലെ ഡിസോൾവ് ചെയ്തിട്ട് അത് ചെടിക്കെടുക്കാൻ പാകത്തിനാക്കി കൊടുക്കും. അപ്പോൾ ചെടിക്ക് എടുക്കാൻ പാകത്തിനെങ്കിൽ ചെടി മൊത്തം വലിച്ചെടുത്ത് ഈ വേര് കംപ്ലൈൻ്റ് എല്ലാം കുറച്ച് കുറഞ്ഞ് നിൽക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളോട് കൃഷിക്കാർ കുറച്ചും കൂടെ തിരിയാൻ ഈ വളം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ റിസൾട്ടിനെ ഒന്ന് നമ്മൾ മോണിറ്റർ ചെയ്ത് നോക്കുക. ഇപ്പോൾ രാസവളങ്ങൾ ഇപ്പോൾ 10-26 ആയിക്കോട്ടെ DAP ആയിക്കോട്ടെ ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ റിസൾട്ട് ഉണ്ടോ ഇല്ലയോ നമ്മളൊന്ന് വിലയിരുത്തി നോക്കുക. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വളം ഇടുന്നതിന് മുമ്പ് എല്ലാ കൃഷിക്കാരും നമ്മുടെ വേരിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വളം ഇടുക. അല്ലാതെ നമ്മൾ ചുമ്മാ നെമറ്റോടുള്ളതോ വേരഴുകലുള്ള ചെടികൾ കൊണ്ട് വളം ഇട്ട് കഴിഞ്ഞാൽ അത് എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇതിനുള്ള കറക്റ്റായിട്ടുള്ള മരുന്നുകളൊക്കെ എടുത്തതിന് ശേഷം വളം ചെയ്യുക. വളം ചെയ്തതിന് ശേഷം നമ്മൾ ഈ മൈക്രോബ്സുകളൊക്കെ മണ്ണിൽ നന്നായിട്ട് കൊടുക്കുക. സ്യൂഡോമോണസോ ട്രൈക്കോട്ടറിന് വേണ്ടി ഇപ്പം നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയകളൊക്കെ നമുക്ക് നല്ലപോലെ മണ്ണിൽ അവൈലബിൾ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം നശിച്ചു പോയി. നമ്മൾ ഈ ഫംഗിസൈഡുകളൊക്കെ ഉപയോഗിക്കുന്നു. ഇപ്പോൾ എന്തൊക്കെ കെമിക്കലുകളാണ് നമ്മൾ മണ്ണിലോട്ട് കൊടുക്കുന്നത് നമുക്ക് തന്നെ അറിയില്ല. ചിലപ്പോൾ നമ്മൾ കടയിൽ ചെന്ന് ചോദിക്കുന്നു 2-3 കൂട്ടം മരുന്ന് തരുന്നു, ഇതടിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഒരു അനന്തരഫലം എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിലെ മൈക്രോബ്സ് ഒത്തിരി നശിച്ചു പോകുന്നുണ്ട്. ഇവരെ നമ്മൾ ഉറപ്പായിട്ടും ടോപ്പ് അപ്പ് ചെയ്തേ പറ്റുള്ളൂ.
അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ജീവിക്കുന്നത് ഒരു അന്തരീക്ഷം, നമ്മുടെ വീട്ടിലെ സാഹചര്യം നല്ലൊരു സാഹചര്യമാണെങ്കിൽ നമ്മൾ നല്ല പ്ലസൻ്റ് ആയിട്ടിരിക്കും. അതേപോലെ ആ മണ്ണിൻ്റെ സാഹചര്യം നല്ലതാണെങ്കിൽ ആ ചെടി നല്ലതായിട്ട് ഉറപ്പായിട്ടും വളരും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ മണ്ണിൽ മൈക്രോബ്സിന് എപ്പോഴും എന്ത് കൃഷി ചെയ്താലും മണ്ണിൽ മൈക്രോബ്സ് കൊടുക്കണം. അത് നമ്മൾ കൃത്യമായിട്ട് അറിയാം. നമ്മൾ ഒരു തട്ട നടാൻ പോവുകയാണ്, ആ ഒരു സാഹചര്യത്തിൽ നടുമ്പോൾ നമുക്ക് NPK ബാക്ടീരിയാസിൻ്റെ ഗ്രാനുവൽസ് കിട്ടും, വാമിൻ്റെ ഗ്രാനുവൽസ് കിട്ടും. അതിട്ട് ഒരു ചെടി നട്ടു നോക്കുക, ഇല്ലാതെ ഒരു ചെടി നട്ടു നോക്കുക. ഇവർ തമ്മിലുള്ള വളർച്ച നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് കറക്റ്റ് ഒരു 12 മാസം കൊണ്ട് ചെടി ആദായത്തിൽ കൊണ്ടുവരാം, കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. നമ്മുടെ എല്ലാ പ്രാവശ്യം എപ്പോഴും വളം കൊടുക്കണമെന്ന് നിർബന്ധമില്ല. വർഷത്തിൽ 1-2 തവണ വളം കൊടുത്താലും ഈ കൊടുത്ത വളം നമ്മൾ ചെടിയെ കൊണ്ട് എടുപ്പിക്കുക, അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതായത് ശരിക്കും അതിൻ്റെ വേരുകളെല്ലാം കൃത്യമാക്കി നിർത്തണം. ഈ ന്യൂട്രിയൻസിനെ മൊബിലൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ബാക്ടീരിയാസിനെയൊക്കെ കൊടുക്കണം. ഇപ്പോൾ വാമൊക്കെ പല കമ്പനികളും മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട്, 100 ഗ്രാമിന് 600 രൂപ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ 100 ഗ്രാമിന് 600 രൂപ നമ്മൾ കൊടുക്കുമ്പോൾ അത് ഭയങ്കര വില നോക്കും. ജസ്റ്റ് ഒരു 20 ഗ്രാം 10 ഗ്രാം തൊട്ട് 20 ഗ്രാം വരെ കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണിക്കുന്ന പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ. അതൊക്കെ ജീവനുള്ള വസ്തുക്കളുമാണ്. അപ്പോൾ നമ്മുടെ മണ്ണ് നശിച്ചു പോകുന്നില്ല, നമ്മുടെ മണ്ണ് ഫലപുഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. വരും വർഷങ്ങളിൽ കൃഷി നല്ല ഊർജ്ജസ്വലമായിട്ടുള്ള കൃഷിയിലോട്ട് നമുക്ക് വരാൻ കഴിയും, നല്ല മണ്ണുകളായി കഴിഞ്ഞാൽ. പിന്നെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളപ്രയോഗത്തിൻ്റെ കാര്യം. നമ്മൾ ചെടി ഈൽഡിലോട്ട് നിൽക്കുന്ന ചെടികൾക്ക് എപ്പോഴും ഫോസ്ഫറസ് കുറച്ചും പൊട്ടാഷ്യം കൂടിയതുമായിട്ടുള്ള വളങ്ങൾ കൊടുക്കുക. ഏലച്ചെടി പൊതുവെ മഴക്കാലങ്ങളിലാണ് നല്ല ഈൽഡ് തരുന്നത്. ആ സമയങ്ങളിൽ നമ്മൾ നൈട്രജനുള്ള വളങ്ങൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അഴുകൽ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നൈട്രജൻ കുറച്ച്, ഫോസ്ഫറസ് ഒരു മീഡിയം റേഞ്ചിൽ, പൊട്ടാഷ്യം ഹൈ ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കുക. അത് നമ്മൾ മാർക്കറ്റിൽ ചൂസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് 10-26 എന്ന് പറഞ്ഞ കോമ്പിനേഷനൊക്കെ. എന്ന് വെച്ചാൽ നൈട്രജൻ ഉള്ള രാസവളങ്ങളിൽ ഏറ്റവും കുറഞ്ഞൊരു കോമ്പിനേഷനാണ് 10-26. ഇനി നമ്മൾ വാട്ടർ സോലുബിളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കലക്കി ഒഴിക്കാനായിട്ട് ഇട്ട് കൊടുക്കാൻ 12-15-18 എന്ന് പറഞ്ഞ കോമ്പിനേഷനൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള കോമ്പിനേഷനൊക്കെ ചൂസ് ചെയ്യുക. അങ്ങനെയുള്ള കോമ്പിനേഷൻ്റെ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെടിക്ക് റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഫോമിലുള്ള ഫെർട്ടിലൈസറുകളാണ് അതൊക്കെ. അത് നമ്മൾ മണ്ണിലിട്ട് കൊടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ചെടിക്ക് പെട്ടെന്ന് റിസൾട്ട് കാണിക്കാൻ പറ്റും. നമ്മൾ DAP ഫാക്ടംബോസോ പൊട്ടാഷ്യം ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് മണ്ണിൽ കിടന്ന് അത് റിയാക്ട് ചെയ്ത് ചെടിക്ക് എടുക്കാവുന്ന ഫോമിലോട്ടായി, എന്നിട്ട് വേണം അത് ചെടി എടുക്കാനായിട്ട്. അപ്പോൾ കാലതാമസം ഉണ്ടാകും. അപ്പോൾ വാട്ടർ സോലുബിൾ എന്ന് പറഞ്ഞ ഒരു ഗ്രേഡ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സ്പീഡായിട്ട് ചെടി എടുക്കും. കുറച്ചും കൂടെ കോൺസെൻട്രേറ്റഡ് ഫോമിലാണ് വരുന്നത്. അതുകൊണ്ട് നമുക്കൊരു 200 ലിറ്ററിന് ഒരു 2 കിലോ അല്ലെങ്കിൽ 1 കിലോ എന്ന തോതിൽ നമ്മൾ ഉപയോഗിച്ച് നമുക്കിപ്പോൾ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ കുറഞ്ഞ അളവിൽ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ല റിസൾട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെയാണ്. പിന്നെ ഫോളിയർ വളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർലി ഫോളിയർ ആയിട്ടുണ്ട്. അതായത് ചെടിയിൽ ഇലകളിൽ മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ വളങ്ങളും നമ്മൾ ഈ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ അത്രയും പെർഫോം ചെയ്യും. ചിലപ്പോൾ 200 ഗ്രാം കൊടുത്താൽ മതി. അത് നമ്മൾ ഒരു 2 കിലോ കൊടുക്കുന്നതിൻ്റെ ഒപ്പം പെർഫോം ചെയ്യാൻ കഴിയാൻ ശേഷിയുള്ള വളങ്ങളുണ്ട്. ഇപ്പോൾ പുറത്തുനിന്ന് ഒത്തിരി സ്പെയിനിൽ നിന്ന് ജർമ്മനിയിൽ നിന്നൊക്കെ വളങ്ങൾ ഇങ്ങോട്ട് ഇഷ്ടംപോലെ ഇമ്പോർട്ടായി വരുന്നുണ്ട്. അങ്ങനെയുള്ള നല്ല ഫോളിയർ വളങ്ങൾ അതിപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നൈട്രജനും ഫോസ്ഫറസും ഉള്ള വളങ്ങൾ, ഹൈ ആയിട്ട് നിൽക്കുന്ന വളങ്ങൾ കൊടുക്കുക. ഈൽഡിന് കായ് പിടിക്കാനാണെങ്കിൽ ഫോസ്ഫറസ് കുറഞ്ഞും പൊട്ടാഷ്യം കൂടി നിൽക്കുന്ന വളങ്ങൾ കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് ചിമ്പടിക്കാനാണെങ്കിൽ ഫോസ്ഫറസ് കൂടിയതും പൊട്ടാഷ്യം നൈട്രജൻ കുറച്ച് മീഡിയം റേഞ്ചിൽ നിൽക്കുന്ന വളങ്ങൾ കൊടുക്കുക. എപ്പോഴും നമുക്ക് ചെടി ചിമ്പടിച്ച് കിട്ടാനായിട്ട് അല്ലെങ്കിൽ പോഷകവിഭജനം ഉണ്ടാകാനായിട്ട് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള മൂലകമാണ് ഫോസ്ഫറസ്. ഇപ്പോൾ ഫോസ്ഫറസ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ചെടിക്ക് വേരുപടലങ്ങൾ കൂടുതലുണ്ടാകും. അപ്പോൾ വേരുപടലങ്ങൾ കൂടുതലുണ്ടാകുമ്പോഴത്തേക്ക് ആ വേരിലാണ് സൈറ്റോകൈൻ എന്ന് പറഞ്ഞ ഹോർമോൺ കൂടുതലുണ്ടാകുന്നത്. ഈ സൈറ്റോകൈൻ്റെ പ്രൊഡക്ഷൻ ചെടി കൂടി കഴിയുമ്പോൾ കോശവിഭജനം വേഗത്തിലാകും, പുതിയ ചിമ്പുണ്ടാകും, ശരം പൊട്ടാൻ നിൽക്കുന്ന ചെടികളെ ശരം പെട്ടെന്ന് പൊട്ടും, ശരമുള്ള ചെടികളെ പൂക്കും കായ്ക്കും, അങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം ചെടിയിലുണ്ടാകും. അപ്പോൾ നമ്മൾ ഫോസ്ഫറസും ഈ സൈറ്റോകൈനും തമ്മിലുള്ള ബന്ധം ഇതാണ്. ഫോസ്ഫറസ് കൊടുത്തു കഴിയുമ്പോൾ വേര് നല്ലപോലെ ഉണ്ടാകും. അതനുസരിച്ച് ചെടിയിൽ സൈറ്റോകൈൻ്റെ പ്രൊഡക്ഷൻ കൂടും. ആ സമയങ്ങളിൽ നല്ല രീതിയിൽ ഇത് കായ് സെറ്റിങ്സിലോട്ട് ചിമ്പടിക്കുക, കായ് സെറ്റിങ്സിലോട്ട് എല്ലാം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചിമ്പടിപ്പിക്കുകയാണെങ്കിൽ ഫോസ്ഫറസ് കൊടുക്കുക. അതേപോലെ തന്നെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു മൂലമാണ് കാൽസ്യം. മനുഷ്യനെ പോലെ തന്നെ ചെടികൾക്ക് ആവശ്യമുള്ളൊരു മൂലമാണ്. നമ്മൾ സീസണിൻ്റെ ആദ്യം വരെ കുമ്മായം കൊടുത്തുകൊണ്ട് മാത്രം തേക്കില്ല, നമ്മുടെ മണ്ണിലെ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൂടാൻ തുടങ്ങി. ശരിക്കും നമ്മുടെ മണ്ണിലെ pH കുറഞ്ഞു വരുന്നതിൻ്റെ കാരണമേ അത് തന്നെയാണ്. നമ്മുടെ കാൽസ്യം മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും കാൽസ്യം ഒഴുകിപ്പോകേണ്ട, കാൽസ്യം ഫോസ്ഫറസ് മാഗ്നീഷ്യം സിങ്ക് പോലുള്ള മൂലങ്ങൾ ഒഴുകിപ്പോയി കഴിയുമ്പോഴാണ് നമ്മുടെ pH ഭയങ്കരമായിട്ട് ലോ ആകുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചെടിക്ക് മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാൻ ഒത്തിരി പരിമിതികളുള്ള മൂലകമാണ്. ശരിക്കും ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർ വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു മൂലകമാണ് കാൽസ്യം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാൽസ്യത്തിന് നമ്മൾ ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമുക്കിപ്പോൾ കാസ്പോ എന്ന് പറഞ്ഞ പേരിൽ, ഗാൽബിക്സിൻ എന്നൊക്കെ പറഞ്ഞ പേരിൽ ഇഷ്ടംപോലെ ലിക്വിഡായിട്ടുള്ള കാൽസ്യം പൗഡറായിട്ടുള്ള കാൽസ്യമൊക്കെ നമുക്ക് ചെടിക്ക് കിട്ടും. ഇത് അടിച്ചു കൊടുക്കുമ്പോൾ പൊതുവേ നമ്മുടെ ഈ ഫോസ്ഫറസ് കൊടുത്ത് ചിമ്പടിച്ച് വരുന്ന ചെടികൾ നല്ല രീതിയിൽ ആ ചിമ്പുകൾ വളർന്നു വരാൻ പറ്റും. നൈട്രജനും കാൽസ്യം കൂടി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ വളർന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൂടാതെ ഇതിന് നാരുകെട്ടി, അതായത് നല്ലൊരു തട്ടൊക്കെ കരുത്തുണ്ടാകാനായിട്ട് ഫോസ്ഫറസ് അത്യാവശ്യമായിട്ടുള്ളൊരു മൂലമാണ്, കാൽസ്യം അത്യാവശ്യമായിട്ടുള്ളൊരു മൂലമാണ്. അപ്പോൾ ഈ കാൽസ്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സപ്ലിമെൻറ്റ് ചെയ്ത് 3 മാസത്തിലൊരിക്കലെങ്കിലും
ഈ കാൽസ്യം നമ്മളൊന്ന് സപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചെടിക്ക് കുറച്ചും കൂടെ ഒരു ഹെൽത്ത് ഉണ്ടാകും. അപ്പോൾ നമ്മൾ വളപ്രയോഗത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ NPK നമ്മൾ കൊടുക്കുക, അതേപോലെ കാൽസ്യം സെക്കൻഡറി മൂലങ്ങളായ കാൽസ്യം, മാഗ്നീഷ്യം, സൾഫറൊക്കെ ഇടയ്ക്ക് സപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ മൈക്രോ ന്യൂട്രിയൻസ് കായ പിടിക്കുന്ന ചെടികൾക്ക് സിങ്ക്, ബോറോൺ, മാഗ്നീഷ്യം പോലുള്ള മൂലങ്ങൾ വളരെ അത്യാവശ്യമാണ്. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മരുന്നിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മൾ ഫോളിയർ വളങ്ങൾ കൊടുക്കുന്ന കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നല്ല ഗ്രേഡുകൾ മേടിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ മൊസൈക്ക് പോലുള്ള രോഗങ്ങൾ വരുന്ന ചെടികൾ നമ്മൾ പഠിക്കുന്നവർ പറയുന്നത് മാംഗനീസ് പോലുള്ള ചെറിയ മൂലകങ്ങളുടെ കുറവ് കൊണ്ടാണ് ഈ വൈറസിൻ്റെ ഒരു ആക്രമണം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൈക്രോ ഫുഡുകളൊക്കെ കൊടുക്കുമ്പോൾ ഉള്ള ഗുണം എന്താ വെച്ചാൽ ഈ മാംഗനീസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചെടിക്ക് കിട്ടിക്കുമ്പോൾ ഇങ്ങനെയുള്ള വൈറസ് രോഗങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് നല്ലൊരു പ്രതിരോധമാകും ചെടിക്ക്. അപ്പോൾ നമ്മൾ ചെടിക്കൊരു വളർച്ചയിൽ അതിനൊരു ആരോഗ്യം കിട്ടാനായിട്ട് കാൽസ്യം, ഫോസ്ഫറസ്, സിങ്ക്, ബോറൺ പോലുള്ള മൂലകങ്ങൾ, അതേപോലെ ഒരു പൂ ഉണ്ടായി വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒരു പരാഗണം നടത്തി കായാകാനായിട്ട് ബോറോൺ അത്യാവശ്യമായിട്ടുള്ള മൂലമാണ്, കാൽസ്യം അത്യാവശ്യമായിട്ടുള്ള മൂലമാണ്. ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് സപ്ലിമെൻറ്റ് ചെയ്യുക. ഒരു ചെടിക്ക് എത്രത്തോളം വേണമെന്ന് നമ്മൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ നമ്മുടെ എപ്പോഴും നമ്മുടെ ഒരു തോട്ടത്തിൻ്റെ ഒരു ഏറ്റവും നല്ലൊരു കൺസൾട്ടൻ്റ് എന്ന് പറയുന്നത് ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥനാണ്. അവനെന്നും അതിനകത്തൂടെ ഇറങ്ങി നടക്കുന്നുണ്ട്. ഇന്ന സൈഡിലെ ചെടികൾക്ക് കാ കുറവുണ്ട്, ഇന്ന സൈഡിലുള്ള ചെടികൾക്ക് മഞ്ഞപ്പുണ്ട് എന്ന് അവന് മനസ്സിലാവും. അങ്ങനെ നമുക്ക് തോന്നുമ്പോൾ നമ്മൾ ഒരു 1000 രൂപ കൊടുത്താൽ മതി. ഇന്ന് നമുക്ക് മണ്ണ് ടെസ്റ്റ് ചെയ്ത് മണ്ണിൽ എന്തൊക്കെ മൂലങ്ങൾ കുറവുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയും. മൈക്രോ ന്യൂട്രിയൻസിൻ്റെ, ഫോസ്ഫറസിൻ്റെ, പൊട്ടാഷിൻ്റെ, pH-ൻ്റെ വ്യത്യാസം, മണ്ണിൻ്റെ ബൾക്ക് ഡെൻസിറ്റി, അതേപോലെ കാർബൺ, നൈട്രജൻ റേഷ്യോ, ഇതെല്ലാം കൃത്യം അറിയാൻ കഴിയും. ഇതെല്ലാം വർഷത്തിലൊരിക്കൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. നമ്മൾ പറയും ഇത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചെയ്തതിനും വലിയ നഷ്ടം, വലിയ ഭീമമായിട്ടുള്ള കോസ്റ്റ് വരുന്നില്ല, ഒരിക്കലുമില്ല. നമ്മൾ ഈ മണ്ണ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മണ്ണിൽ വളം കൊടുക്കുകയാണെങ്കിൽ കുറച്ച് വളം മതി. കഴിഞ്ഞ വർഷം ഞാൻ മണ്ണ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ മണ്ണിൽ പൊട്ടാഷ് ഭയങ്കര ഹൈ ആണ്. നമ്മൾ കായ്ക്കുന്നില്ലോ, വീണ്ടും വീണ്ടും പൊട്ടാഷ് കൊടുക്കുന്നില്ല, അർത്ഥമില്ല. അവിടെ പൊട്ടാഷ് ഭയങ്കര ഹൈ ആയിട്ട് കിടക്കണം, പക്ഷേ അത് ചെടിക്ക് എടുക്കാൻ കഴിയുന്നില്ല. അതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പൊട്ടാഷിനെ നമുക്ക് മൊബിലൈസ് ചെയ്യാൻ കഴിയുന്ന ബാക്ടീരിയയാണ്. ഇപ്പോൾ നമ്മൾ ഫോസ്ഫറസ് ചിമ്പടിക്കാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഇത് കൊടുത്തതിന് ശേഷം ചെടിക്ക് ആരോഗ്യം കിട്ടാനായിട്ട് കാൽസ്യം കൊടുത്തു കഴിയുമ്പോൾ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ഫോസ്ഫറസും കാൽസ്യം കൂടെ കയറി ബൗണ്ടായിട്ട് ഈ രണ്ട് സാധനത്തിനും ചെടിക്ക് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലോട്ട് മാറും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഇടവേള നമ്മൾ കറക്റ്റ് ആക്കി വെക്കണം. അതേപോലെ ഇങ്ങനെയെങ്ങാനും ബൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ ബ്രേക്ക് ചെയ്ത് ചെടിക്ക് എടുത്തു കൊടുക്കാനായിട്ടുള്ള മൈക്രോബ്സിനെ നമ്മൾ കൊടുക്കണം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഇതിന് ശേഷം കറക്റ്റായിട്ടുള്ള ഹോർമോൺസുകൾ കൊടുക്കുക. 3 മാസത്തെ ഇടവേളകളിൽ കൃത്യമായിട്ട് നമ്മൾ ഫംഗിസൈഡുകൾ കൊടുക്കുക. ഇപ്പോൾ ഏതൊക്കെ രോഗമാണെന്ന് നോക്കിയിട്ട് അതിനുള്ള ഫംഗിസൈഡുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അതെല്ലാം കൊടുക്കുക. അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേനൽക്കാലങ്ങളിലോട്ട് എത്തുമ്പോൾ നമുക്ക് വേനൽക്കാലത്തെ പരിചരണം ഒരു പ്രത്യേക പരിചരണമാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കിയിലെ പല മേഖലകൾ എ സോണിൽ പോയി കഴിഞ്ഞാൽ അവിടെ പലയിടത്തും വെള്ളമുണ്ട്. അവിടെ നമ്മൾ ബി സോണിലോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് വെള്ളമുള്ള മേഖലയുടെ വെള്ളം കുറവുണ്ട്. ഉപ്പേറെ പൊതുവെ എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് വെയിൽ കൂടുതലുള്ള മേഖല. ഇപ്പോൾ 1-2 പേരൊക്കെ ഇവിടെ അറിയത്തുള്ളൂ. ഉപ്പേറെ നമ്മൾ ശിവചേട്ടന, സൗവിന്ദൻ ചേട്ടൻ പോലുള്ള കുറച്ച് പേരെയൊക്കെ അറിയത്തുള്ളൂ. അപ്പോൾ ഇവിടെ വെയിൽ കൂടുതലാണെന്നാണ് എൻ്റെ വിശ്വാസം. ഈ വെയിലിന് നമ്മൾ പ്രതിരോധിക്കണമെങ്കിൽ നമ്മുടെ മണ്ണിൽ ഓർഗാനിക് കാർബണിൻ്റെ അളവ് കൂടുതൽ വേണം. അപ്പോൾ നമ്മൾ പഴയ കൃഷിക്കാർക്കറിയാം, നമ്മൾ ചാണകപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്ന കാലത്ത് ഇത്രയും ഉണങ്ങി പോകാറില്ലായിരുന്നു. അതിന് കാരണം എന്താ വെച്ചാൽ ഇത് ഓർഗാനിക് കാർബൺ നല്ലപോലെ മണ്ണിൽ ഉണ്ടായിട്ട് ഇത് വെള്ളം ഈർപ്പം പിടിച്ചു നിർത്തും. അതിനകത്തോടെ വേര് നല്ലപോലെ ഓടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വേനൽക്കാലങ്ങളെ പ്രതിരോധിക്കാനായിട്ട് ഓർഗാനിക് കാർബണിൻ്റെ അളവ് മണ്ണിൽ കൂട്ടുക. അതേപോലെ മൈക്രോബ്സിൻ്റെ അളവ് കൂട്ടുക. മൈക്രോബ്സ് മണ്ണിൽ കൂടി കഴിയുമ്പോൾ വാമ കൂടിക്കുന്നെങ്കിൽ നിറയെ വേരുകളുണ്ടാവും. എവിടെയെങ്കിലുമൊക്കെ പോയി വെള്ളം കൊണ്ടുവരും. അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇടതടവില്ലാത്ത വേനലുണ്ടാകുകയാണ്. നമുക്ക് വെള്ളമില്ല താനും എന്നുള്ള സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന 1-2 കാര്യങ്ങളുണ്ട്. നമുക്ക് നെറ്റ് വലിച്ചു കിട്ടുക എന്നുള്ളത് നമ്മൾ പ്രാക്ടിക്കലി എല്ലാവരും ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ്. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസറ്റോബാക്ടർ എന്ന് പറഞ്ഞൊരു ഫംഗസുണ്ട്, നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയയാണ്. ഇത് മേടിച്ച് നമ്മുടെ ചെടിയിൽ തളിച്ചു കൊടുക്കുക. തളിച്ചു കൊടുത്തു കഴിയുമ്പോൾ സംഭവിക്കുന്നത് ഈ ബാക്ടീരിയ ഡയറക്റ്റായിട്ട് ചെടിയിലോട്ട് കൊടുത്തു കഴിയുമ്പോൾ ഇത് ഒരു സിസ്റ്റമിക് കപ്പാസിറ്റി ഉള്ള ഒരു ഫംഗസാണ്. ഇതിനുള്ളിലോട്ട് കയറി ചെല്ലുന്നത് ഇതിനാവശ്യമുള്ള ജലത്തെ അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജനും ഹൈഡ്രജനൊക്കെ ആയിട്ട് വലിച്ചെടുത്ത് ഇവർ ഉണ്ടാക്കാൻ ശ്രമിക്കും. ആ ഒരു സമയത്ത് ചെടിക്ക് കുറച്ച് വെള്ളം ചെടിയിലുള്ളിൽ അവൈലബിൾ ആകും. നമ്മുടെ ഉണക്കുള്ള മേഖലകൾ അസറ്റോബാക്ടർ പോലുള്ള ഫംഗസുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മെത്തലോബാക്ടീരിയ എന്ന് പറയും. മെത്തലോബാക്ടീരിയയുടെ കണ്ടുവരുന്നത് ചെടിയിൽ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ചെടിയിൽ നിന്ന് വേപ്പറൈസ് ആയി പോകുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാൻ കഴിയും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം സിലിക്ക പോലുള്ള മൂലങ്ങൾ. ശരിക്കും സിലിക്ക നമ്മൾ കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പൊട്ടാഷ്യൻ്റെ ധർമ്മങ്ങളെല്ലാം കുറേയൊക്കെ സിലിക്ക നിർവഹിക്കും. അതിനുവേണ്ടി സിലിക്ക പോലുള്ള കൊടുക്കണം. പിന്നെ സിലിക്ക ചെടിയിലെ ഉണക്കിനെ പ്രതിരോധിക്കാൻ നല്ലതാണ്. കാൽസ്യം, സിലിക്ക ഇങ്ങനെയുള്ള മൂലങ്ങളൊക്കെ കൊടുത്തു തീർക്കുക. അപ്പോൾ നമുക്ക് ഉണക്കിനൊക്കെ ഒരു പരിധി വരെ പ്രതിരോധിക്കാൻ കഴിയും. പിന്നെ ഈ മേഖലകളിൽ ഉണക്കുള്ള മേഖലകളിൽ ഷെയ്ഡ് റെഗുലേഷൻ അതനുസരിച്ചായിരിക്കും. നമുക്കൊരു 60% താഴെ ഷെയ്ഡ്, നമുക്ക് എപ്പോഴും ഒരു 60% ഷെയ്ഡ് നിലനിർത്തി ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ
ഉണക്കമുള്ള മേഖലകളിൽ കൊപ്പടിക്കേണ്ട എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴക്കാലത്ത് തൊട്ട് മുന്നായിട്ട് കൊപ്പടിച്ച് വേനലിലോട്ട് വരുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള തളുപ്പുകൾ ചെടിക്കുണ്ടാകണം. ഈ കാര്യങ്ങൾ മാനേജ് ചെയ്ത് അതിനുശേഷം ഈ അസറ്റോബാക്ടീരിയ മെറ്റലോബാക്ടീരിയ പോലുള്ള സാധനങ്ങൾ ചെയ്യുക. പിന്നെ ഉള്ള വെള്ളം കറക്റ്റായിട്ട് ചെടിക്ക് കൊടുക്കുക. ഈ മൈക്രോബ്സ് നല്ലപോലെ മണ്ണിലുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം കൊടുത്താലും ചെടി വാടാതെ പിടിച്ചിരിക്കും. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മണ്ണിൻ്റെ pH താഴെ പോകാതെ നമ്മൾ മഴയുടെ ജൂൺ മാസത്തിൻ്റെ തുടക്കവാരത്തിൽ തന്നെ നമ്മൾ കുമ്മായൊക്കെ കൊടുത്ത്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൃഷി വകുപ്പുകളൊക്കെ പറഞ്ഞാൽ ആഫ്റ്റർ മൺസൂണും ബിഫോർ മൺസൂണും നമ്മൾ കുമ്മായം കൊടുക്കണം എന്നാണ് പറയുന്നത്. ആ കാൽസ്യത്തിൻ്റെ ലീച്ച് ഔട്ട് ഒഴിവാക്കാനായിട്ടാണ്. അപ്പോൾ കാൽസ്യം കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് pH കുറച്ച് കറക്റ്റായിട്ട് നിൽക്കും. അതിനുശേഷം നമ്മുടെ കറക്റ്റായിട്ടുള്ള ഫംഗിസൈഡുള്ള പ്രശ്നം ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ ആ അഴുകൽ രോഗങ്ങളുള്ള മരുന്ന് മുൻകരുതലായിട്ട് അടിച്ചു പോകണം. എന്ന് വെച്ചാൽ ഇത് വൺസ് ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് നിർത്താൻ ഭയങ്കര പടം. കൊത്തുകളിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ളൊരു മാർഗ്ഗം എന്താ വെച്ചാൽ ശരമെല്ലാം ചെത്തി കളഞ്ഞിട്ട് നല്ലൊരു ഫംഗിസൈഡ് കൊടുക്കാനുള്ളൂ. നമ്മൾ ശരമില്ലാതെ ചെടി പിടിച്ചു നിർത്താൻ കഴിയും. വ്യാപകമായിട്ട് വരുന്ന കൊത്തഴികൾ വരുന്ന മേഖല നോക്കിയാൽ മതി. ആ കൊത്തഴിൽ വന്നതിന് ശേഷം എന്ത് മരുന്ന് കൊടുത്താലും ഇത് ഒരു 10 ദിവസം 15 ദിവസം കൂടുമ്പോൾ വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. ഇതിനുള്ള മാർഗ്ഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കൊത്തഴികൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കണ്ടെത്തുക. നമ്മൾ എപ്പോഴും ഇതിനെ നോക്കിക്കൊണ്ടേ ഇരിക്കുക. അതിന് ശേഷം ഇത് വന്നതിന് ശേഷം എന്താ ചെയ്യണം, ഒന്നോ രണ്ടോ സ്ഥലത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോളേ ആ ശരം മുറിച്ച് കളയുക. അതിൻ്റെ ആ ഒരു കണ്ണി മാത്രം മുറിച്ച് കളയാനോ അതിൽ പകുതി വെച്ച് മുറിച്ച് കളയാനോ നോക്കണം. ആ ശരം അപ്പോളേ മുറിച്ച് അതിന് കറക്റ്റായിട്ടുള്ള ഫംഗിസൈഡുകൾ കൊത്തഴികളിൽ നമ്മൾ കൂടുതലായിട്ടും ബേറിൻ്റെ ഇൻഫിനിറ്റോ, എൻഡോഫിലിൻ്റെ ഇറ്റുവിൻ, അതേപോലെ തന്നെ മെറ്റലാക്സിൻ പോലുള്ള കെമിക്കലുകളാണ് കൊടുക്കുന്നത്. ഇതൊക്കെ ഉപയോഗിച്ച് നമ്മളൊന്ന് അടിച്ചു നിർത്തുക. പിന്നെ ഇത് പടരാതിരിക്കാനായിട്ട് വേണമെങ്കിൽ കുറച്ച് കുമ്മായോ CO6 മിക്സ് ചെയ്ത് ഭയങ്കര സിവിയർ ആയിട്ടുള്ള കണ്ടീഷനുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അതൊക്കെ മണ്ണിലോട്ട് അധികം കൊടുക്കുന്നത് അത്ര നല്ലതല്ല. നമ്മുടെ മണ്ണിൻ്റെ മൈക്രോബ്സിനെ നമ്മുടെ മണ്ണിൻ്റെ എക്കോസിസ്റ്റത്തെയൊക്കെ മാറ്റിക്കളയും. അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കി ഇത് വരുന്നതിന് മുമ്പ് എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ചെയ്തു പോകണം. ഏലത്തിന് എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിൽ ഇത് കാണാൻ തുടങ്ങുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മണ്ണിൽ കൂടെ വേരി കയറി വേരിൽ വന്ന് അകത്ത് പ്രശ്നമെല്ലാം സിവിയർ ആയതിനു ശേഷമാണ് ഇത് പുറത്തോട്ട് കാണാൻ തുടങ്ങുന്നത്. നമ്മളൊരു കോമം പോലുള്ള രോഗം വന്ന് പൊട്ടിച്ച് നോക്കി കഴിഞ്ഞാൽ അകത്ത് നോക്കി കഴിഞ്ഞാൽ അതിന് ആ പിണ്ടി എന്ന് പറഞ്ഞാൽ വെള്ള ഒരു ആരോഗ്യമില്ലാത്ത അവസ്ഥയിലായിരുന്നു. തട്ടയൊക്കെ വളഞ്ഞ് ഇങ്ങനെ ഒളിഞ്ഞു വരുന്ന രീതിയിലായിരുന്നു. എന്ന് വെച്ചാൽ അകത്തുനിന്ന് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടാണ് പുറത്തോട്ട് വരുന്നത്. അതേസമയം പുറത്തുനിന്നാണെങ്കിൽ നമുക്ക് കാണുന്നതായി ട്രീറ്റ് ചെയ്യാൻ പറ്റും. അകത്തുനിന്ന് ഇൻഫെക്ഷൻ മുഖത്തേക്ക് ഏറ്റവും അവസാന സ്റ്റേജിലാണ് നമ്മുടെ കണ്ണിൽ കാണുന്നത്. അതുകൊണ്ട് ഈ അഴുകൽ രോഗങ്ങൾക്ക് നമ്മൾ മുൻകരുതലായിട്ട് എപ്പോഴും ഫംഗിസൈഡുകൾ കൊടുക്കുക. ആദ്യം ഒരു ബോഡോ കൊടുക്കുക. അതിനുശേഷം ഒരു സിസ്റ്റമിക് ആയിട്ടുള്ള ഫംഗിസൈഡുകൾ കറക്റ്റായിട്ടുള്ള ഇടവേളകൾ യൂസ്ഡ് ഇടവേളകളിൽ കൊടുത്ത് അഴുകൽ വരാതെ നമ്മൾ നിലനിർത്തുക. അതേപോലെ തുടർച്ചയായിട്ട് അഴുകലുള്ള തോട്ടങ്ങളിൽ മസ്റ്റായിട്ടും വർഷത്തിൽ 2 തവണ ട്രൈക്കോഡർമ എന്ന് പറഞ്ഞ മിത്ര കുമ്പിൾ ഉപയോഗിക്കുക. അതേപോലെ ഫിസേറിയം മാറാത്ത തോട്ടത്തിൽ നമ്മളിപ്പോൾ എന്ത് ഫംഗിസൈഡ് കൊടുത്തിട്ട് ഫിസേറിയം മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ അതിന് വേര് മാറ്റി നോക്കിയാൽ അവിടെ നെമറ്റോഡ് ഉണ്ടെന്ന് ഉറപ്പാണ്. എന്ന് വെച്ചാൽ ഈ നെമറ്റോഡ് നെമറ്റോഡ് കയറി നശിപ്പിക്കുന്ന വേരുകളിൽ കൂടിയാണ് ഫിസേറിയം പെട്ടെന്ന് ചെടിയുടെ ഉള്ളിലോട്ട് വരുന്നത്. അതുകൊണ്ടാണ് നമ്മളൊരു ഫംഗിസൈഡ് കൊടുത്തിട്ടും ആ ഒരു ഫംഗിസൈഡിൻ്റെ ഒരു പീരീഡ് 20 ദിവസത്തെ ആവശ്യം കഴിയുമ്പോൾ പെട്ടെന്ന് വീണ്ടും ഫിസേറിയം കയറി വരുന്നത്. അപ്പോൾ നമ്മളൊരു സിവിയറായിട്ട് ഫിസേറിയം ഉള്ള തോട്ടത്തിൽ ഫിസേറിയത്തിന് ട്രീറ്റ് ചെയ്യുന്നതിന് മുന്നേ നെമറ്റോഡിന് ട്രീറ്റ് ചെയ്തിട്ട് ഈ ഫിസേറിയത്തിനുള്ള ട്രീറ്റ്മെൻറ്റിലോട്ട് പോവുക. അപ്പം കുറച്ച് നല്ലൊരു റിസൾട്ട് കിട്ടും. ആ നെമറ്റോഡൊക്കെ മണ്ണിൽ മാറി കഴിഞ്ഞാൽ ഒരു ഫംഗിസൈഡ് കൊടുത്ത് ചെടിയുടെ ഫിസേറിയൊക്കെ പതിയെ കുറയും. അടുത്ത ഒരു 3 മാസത്തെ പീരീഡിൽ ഒരെണ്ണം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ നല്ലൊരു കൺട്രോളിൽ പച്ച കളറിലോട്ട് വരും. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കി നമ്മുടെ രോഗകീടങ്ങൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക. അതേപോലെ നമ്മുടെ ഏലത്തോട്ടത്തിന് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ പലരും ഞാൻ പോലും ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. നമുക്ക് കാരണം എന്താ വെച്ചാൽ നമുക്കിതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ്. അഴുകൽ വരുമ്പോൾ പലരും യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് എല്ലാവരും പറയും കുമ്മായും ബ്ലീച്ചിങ് പൗഡറും കൂടെ വാരിയിട്ടതാണ്. എന്താണിതെന്ന് മനസ്സിലാക്കാതെയാണ് പലരും ഇത് ചെയ്യുന്നത്. ഈ ബ്ലീച്ചിങ് പൗഡറിന് 50 രൂപ ഉള്ളൂ. ഇത് നമ്മൾ വാരി ഇട്ടുമ്പോഴത്തേക്ക് അഴുകൽ പിടിച്ച് കെട്ടിയ പോലെ ഉടനെ. പക്ഷെ നമ്മുടെ മണ്ണിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. നമ്മുടെ സ്വന്തം മണ്ണൊക്കെ ആണെങ്കിൽ അടുത്ത തലമുറ കൃഷി ചെയ്യേണ്ട മണ്ണാണ്. ആ മണ്ണ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഈ ക്ലോറിൻ ഇല്ലാതെ മണ്ണോട് ചെയ്യുന്ന മണ്ണിലുള്ള സകലമായ മൈക്രോബ്സിനെ അങ്ങോട്ട് നശിപ്പിച്ച് കളയും. അപ്പോഴത്തേക്ക് മണ്ണ് അവിടെ തന്നെ ഉണ്ട്. പക്ഷേ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ചെടി ഒരു മുരടിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കും. അതേപോലെ പലരും ചെയ്യുന്നൊരു ഇതാണ് പാട്ടം എടുത്ത സാധനങ്ങളിലൊക്കെ അവസാന വർഷം കൂടുതൽ വീണ്ടെടുക്കാനായിട്ട് ഉപ്പൊക്കെ വാരി. ഉപ്പൊന്ന് വാരി കഴിയുമ്പോൾ മൊത്തം മൂലങ്ങളെ ഒന്ന് മൊബിലൈസ് ചെയ്തിട്ട് പെട്ടെന്ന് എടുത്തു കൊടുക്കും. ബാക്കിയുള്ള മൂലങ്ങളൊക്കെ മഴ കഴിയുമ്പോൾ ലീച്ചോട്ടൊക്കെ ആയിപ്പോൾ. അപ്പോൾ അത് മണ്ണിൻ്റെ വളക്കൂറിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നൊരു പ്രശ്നമാണ്. മണ്ണിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ മാറ്റിയില്ല ഉപ്പൊക്കെ വാരിയിടുന്നത്. നിയമം മൂലം നിരോധിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഇന്ത്യയിൽ ഉപ്പ് വാരിയിടുന്ന കൃഷിയിടങ്ങളിൽ. അങ്ങനെ കുറേ കാര്യങ്ങളാണ്. അത് ചെയ്യാതിരിക്കുക. അതേപോലെ വളരെ വിചിത്രമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് അഴുകലിന്. ഹാർപ്പിക്ക് നമ്മൾ ബാത്റൂം കഴിയുന്ന ഹാർപ്പിക്കുകളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. ഞാൻ പല ഫീൽഡിലും പോയപ്പോൾ കണ്ടിട്ടുണ്ട്. ശരിയാണ്, ഹൈഡ്രോക്ലോറിക് ആസിഡാണ് കൊടുത്താൽ റിസൾട്ട് ഉണ്ട്. പക്ഷേ അതിൻ്റെ അനന്തരഫലങ്ങളും കൂടെ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. നമ്മൾ ഒരാളോട് ഇത് ചെയ്യരുതെന്നോ ചെയ്യണമെന്ന് പറയില്ല. എന്ന് വെച്ചാൽ അതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളാണ്.
പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മണ്ണ് നശിച്ചു പോകും. അതോടുകൂടി നമുക്ക് അവിടുത്തെ കൃഷി ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മാറ്റങ്ങൾ ഒന്നും പറ്റില്ലല്ലോ എന്ന് തോന്നും. 2-3 വർഷങ്ങളായി കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഇതിൻ്റെ അനന്തരഫലങ്ങൾ അറിഞ്ഞത്. ഇതിൻ്റെ കൃഷി പെട്ടെന്ന് നമ്മൾ ഒരു ദിവസം നിർത്തുന്നല്ലോ. ഒരു ഏലക്കൃഷി നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്ത 20-30 വർഷം, ഇപ്പോൾ 30 വർഷമായ ചെടികൾ നമ്മൾ പരിപാലിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇത് പരിപാലിച്ച് പോകുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ കുറുക്ക് വഴികളിലോട്ടൊന്നും പോകാതെ, രോഗങ്ങൾ വരാതെ മുൻകൂട്ടി നമ്മുടെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫിസേറിയത്തിന് ഇന്ന മരുന്നുകൾ, അഴുകൽ ഇന്ന മരുന്നുകൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കൃഷി വകുപ്പിലൊക്കെ നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. ഇത് കറക്റ്റായിട്ട് അഡ്വാൻസ് ആയിട്ട് കൊടുത്ത് കുറഞ്ഞ അളവിൽ കൊടുത്തിട്ട് നമുക്കിത് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. അത് കൺട്രോൾ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ എപ്പോഴും നല്ലത്. ഇതുപോലുള്ള അതേപോലെ തന്നെയാണ് നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഒരു 2-3 വർഷങ്ങൾക്ക് മുന്നേ ഭയങ്കര തരംഗമായിട്ട് എന്നൊരു പ്രോഡക്റ്റാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ ഒത്തിരി പേര് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. അതിങ്ങനെ സാധാരണ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ല, നാനോ സിൽവർ ഹൈഡ്രജൻ പെറോക്സൈഡിൽ നിന്നോ അളവ് കൂടുതൽ. അതായത് ഈ ശരിക്കും പറഞ്ഞാൽ മോർച്ചറികളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് അതൊക്കെ. അവിടെ ആ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് കൊണ്ടുവന്നിട്ട് ഇത് പെട്ടെന്ന് മണ്ണിൽ നിന്ന് വിഘടിച്ച് മാറാതിരിക്കാണ്ട് സിൽവർ പാർട്ടിക്കിൾ കൂടെ ആഡ് ചെയ്തിട്ട് ആണിത് ചെറിയ പൈസ 150 രൂപയൊക്കെ ഉള്ളൂ, 80 രൂപ 100 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്. നമ്മളൊക്കെ തന്നെ വിലക്കുറവാണ്. എല്ലാത്തിനും സമൂലം എല്ലാത്തിനും നെമറ്റോഡ് മാറും, വേഴുകൂട് മാറും, ഫിസേറിയം മാറും എല്ലാം പറയും. ഇത് മേടിച്ച് ഉപയോഗിച്ചവർക്കെല്ലാം പറ്റിയെന്നു വെച്ചാൽ 2-3 വർഷമായിട്ട് ആദായം ഭയങ്കര കുറവാണ്. അതിന് കാരണം എന്താ വെച്ചാൽ ഇത് ഹൈഡ്രജനും ഓക്സിജനും ആണെന്നൊക്കെ പറയും, പക്ഷേ മണ്ണിലെ ഓർഗാനിക് കാർബൺ ഇവ നശിപ്പിക്കുകയാണ് ഓരോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴും. നമ്മളിതിനകത്ത് കെമിക്കൽ ഇല്ലെന്ന് നോക്കി കണ്ടമാനം ഉപയോഗിച്ചവർക്കെല്ലാം വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടാമത് ഇത് ബ്ലീച്ച് ചെയ്യണം ആ മണ്ണിനെ. നമുക്കറിയാം നമ്മളിത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് രോമങ്ങളെല്ലാം ഒരു ചെമ്പ് കളറിലോട്ട് മാറും. അതുപോലെയുള്ള വസ്തുക്കളൊന്നും ഉപയോഗിക്കുക. അതേപോലെ അടുത്ത ഇടയ്ക്ക് ഒരു സയൻറ്റിസ്റ്റ് ഇങ്ങനെ യൂട്യൂബിൽ ഞാനും കാണാം, ഞാൻ ഇടയ്ക്ക് യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടാറുള്ളതാണ്. അപ്പോൾ ഞാനിങ്ങനെ എല്ലാവരുടെയും വീഡിയോ നോക്കും, എന്താണ് ഇവർ ചെയ്യുന്നത് എന്ന് നമ്മൾ അറിയാനുള്ളൊരു ആഗ്രഹമുണ്ട്. വേരുപുഴു നിയമാവരം മീലി വയ്ക്കുന്ന സമൂലം ഒറ്റ കോമ്പിനേഷൻ ഫിപ്രോനിൽ പ്ലസ് ഇമിഡാക്ലോപ്രൈഡ്. 40% ഫിപ്രോനിലും 40% ഇമിഡാക്ലോപ്രൈഡും. സത്യം പറഞ്ഞാൽ നല്ല റിസൾട്ടുള്ള കോമ്പിനേഷനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ കരിമ്പിന് ഉപയോഗിക്കുന്ന ഒരു കോമ്പിനേഷനാണ്. ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇത് ഉപയോഗിക്കുന്ന തോട്ടത്തിൽ ഒരു തുള്ളി അല്ലെങ്കിൽ ഒരു അംശം തെറിച്ചതിൻ്റെ പൂവിൽ വീണ് ആ പൂവിൽ വന്നിരിക്കുന്ന തേനീച്ചയ്ക്ക് ഈ വിഷത്തിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ആ തേനീച്ച അവിടുന്ന് പറന്ന് അതിൻ്റെ കോളനി പോയി കയറി കഴിഞ്ഞാൽ കോളനി മൊത്തം നശിച്ചു പോകും. അത് കൊറോണ പോലെയാണ് ഈ കെമിക്കലിൻ്റെ ഒരു പ്രശ്നം. ഇത് ആരെങ്കിലും ദേഹത്ത് പറ്റിക്കഴിഞ്ഞാൽ ആ ആൾ വിഷമായി മാറുകയാണ്. ഒരു തേനീച്ച നമുക്ക് ഇന്ന പൂവിൽ വിഷം വീണിട്ടുണ്ട്, ഇതിൽ ഇരിക്കരുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഫിബ്രോണിൽ ഉപയോഗിക്കുന്ന തോട്ടത്തിൽ വരുന്നൊരു പ്രശ്നമാണ് തേനീച്ചകൾ ആ വിഷം കൊണ്ടുപോയി കൂട്ടി കയറുന്നു. ആ പഞ്ചായത്തിലുള്ള തേനീച്ചകളെല്ലാം പതിയെ നശിച്ചു തുടങ്ങുന്നു. ഇത് നശിച്ചു തുടങ്ങുമ്പോൾ പരാഗണം പതിയെ കുറയും, ഈൽഡ് കുറയും. നമ്മളുള്ള വളങ്ങളും മരുന്നുകളും എപ്പോഴും അടി ചെയ്തിട്ട് ഇത് കായ്ക്കുന്നില്ല, പൂക്കുന്നുണ്ട് കായ്ക്കുന്നില്ലെന്ന് പറയും. പല തോട്ടത്തിലും ചെലുത്താണ്. നമ്മൾ ചില തോട്ടത്തിലേക്ക് ചെന്നിട്ട് നോക്കി കഴിഞ്ഞാൽ നിറയെ ഫ്ലവറിങ് ആയിരിക്കും ചെടി, പക്ഷെ ഒറ്റ തേനീച്ച കാണാനില്ല. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾ ചെയ്യണമെന്നില്ല, ഫിപ്രോനിൽ നമ്മൾ ഓർമ്മയിൽ എല്ലാവരും വെക്കുക. ഈ സാധനം ചെറിയ വിലയേ ഉള്ളൂ, ഇതിനൊക്കെ കൊള്ളാമെന്നൊക്കെ ഇങ്ങനെ പറയും. അത് ഉപയോഗിക്കാതിരിക്കുക. ഇനി ഉപയോഗിക്കാൻ ഭയങ്കര ആഗ്രഹമാണെങ്കിൽ 0.3% ഗ്രാനുവലൊക്കെ മേടിക്കേണ്ട. അത് കുറച്ച് മണ്ണിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, വേര് മുഴുവനൊക്കെ കൺട്രോൾ കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് പോകാതിരിക്കുക. അതേപോലെ ഒരു കെമിക്കലാണ് ക്ലോത്തിയാനിഡി എന്ന് പറഞ്ഞൊരു കെമിക്കൽ. ഇതും തേനീച്ചനെ ഭയങ്കരമായിട്ട് കൊല്ലുന്നതാണ്. കൂട്ടത്തോടെ 1-2 തേനീച്ചകൾ കൊല്ലുന്ന പോലെയല്ല, ഒരു കോളനി മൊത്തം നശിപ്പിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ ഒരു 10 കോളനി ഉണ്ട്. 10 കോളനി നശിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഒരിക്കലും ഇതിരുന്ന് പരാഗണം ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു 10% കായകളൊക്കെ തന്നെ പരാഗണം നടക്കുക, കാറ്റും മഴയും മറ്റു ജീവികളിലൂടെയൊക്കെ. അപ്പോൾ തേനീച്ച ഒരു മെയിൻ ഘടകമാണിത്. അപ്പോൾ തേനീച്ച കൊല്ലുന്ന കോമ്പിനേഷനിലോട്ടൊക്കെ പോകാതിരിക്കും, പ്രത്യേകിച്ച് സീസൺ ടൈമിൽ. ഇപ്പോൾ നല്ലപോലെ വേനല്ല ശരമെല്ലാം ഉണങ്ങി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തൊക്കെ ഈ കൊണ്ടടിച്ച വലിയ ക്ഷീണം ഉണ്ടാകില്ല. എന്ന് വെച്ചാൽ തേനീച്ചകൾ വളരെ കുറവായിരിക്കും. ഈ മഴക്കാലങ്ങളിൽ ഇങ്ങനത്തെ കോമ്പിനേഷനിലോട്ട് പോകാതിരിക്കുക, പ്രത്യേകിച്ച് ഫിപ്രോനിൽ ഈ ക്ലോത്തിയാനിൻ പോലെ കെമിക്കലുകൾ. അതേപോലെ നമ്മൾ ഉപയോഗിച്ച 1-2 സാധനങ്ങളാണ് ഹാർപ്പിക്ക്, അതേപോലെ ഫോർമാലിൻ, മീൻ അഴുകാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ഒരിടയ്ക്ക് വ്യാപകമായിട്ട് കൊണ്ടുകിടന്ന പലരും എറണാകുളത്ത് നിന്ന് കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. എന്നാൽ ഈ ഫോർമാലിൻ ഉപയോഗിച്ചാൽ ഇതുപോലെ തന്നെ അഴുകൽ രോഗങ്ങൾ ഭയങ്കരമായിട്ട് കുറയും. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുക. ഇപ്പം നമുക്ക് നോർമലി ഒരു ഏലകൃഷി ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സർക്കാർ നിൽക്കുന്ന ചെറിയ ചെറിയ ഫാക്ടംബോസ് പണ്ട് നമ്മൾ DAP പോലുള്ള രാസവളങ്ങൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ MAP SOP 13-45 13-40-13 വളങ്ങൾ ഉപയോഗിക്കാം. അത്യാവശ്യം നല്ല ഫോളിയാറുകൾ, നല്ല ജർമ്മനിയുടെയൊക്കെ ഒത്തിരി ഫോളിയാറുകൾ വരുന്നുണ്ട്. അതേപോലെ നല്ല മൈക്രോ ന്യൂട്രിയൻസ് അവൈലബിൾ ആണ്. ഇതൊക്കെ നല്ല ബ്രാൻഡുകളിൽ നിന്ന് വിശ്വസ്തമായിട്ടുള്ള കടകളിൽ നിന്ന് മേടിച്ച് കറക്റ്റായിട്ടുള്ള ഇടവേളകളിൽ ചെയ്യുക. ഒത്തിരി അങ്ങ് എപ്പോഴും ഇത് കുലച്ച് മറിയണമെന്ന് ഓർത്ത് കണ്ടമാനം അങ്ങനെ ചെയ്യുന്നതുകൊണ്ടൊന്നും ഒരു ഗുണമില്ല. ഇത് ചെടിക്ക് എടുക്കാൻ പറ്റണം. അപ്പം ഒരു വർഷത്തിൽ ഒരു 2-3 തവണ സോയിൽ ആപ്ലിക്കേഷൻ ചെയ്യുക, നല്ല രീതിയിൽ ഒരു ജൈവവളം കൊടുക്കുക, ഒരു കായെടുപ്പ് കഴിയുമ്പോൾ ഒരു കായെടുപ്പ് നമുക്ക് 60-90 ദിവസം വേണം. ആ ഒരു കായെടുപ്പ് കഴിയുന്നത് നല്ലൊരു ഫോളിയാർ കൊടുക്കുക.
ഉടനെ പെട്ടെന്ന് കായ് സെറ്റിങ്സ് കൊടുക്കുക. ആ സമയത്ത് ചെറിയൊരു ഹോർമോണൊക്കെ കൂട്ടി കൊടുക്കുക. അടുത്ത ഫോളിയർ വരുമ്പോൾ പിന്നെ 3 മാസമാകും. അപ്പോൾ അതുകൊണ്ട് ചെടിക്ക് വലിയ ക്ഷീണമില്ലാതെ ഇവരങ്ങ് മാനേജ് ചെയ്യാൻ പറ്റും. ഇതിനിടയ്ക്ക് കറക്റ്റായിട്ടുള്ള മരുന്നുകളോ ഫംഗിസൈഡുകളൊക്കെ കൊടുത്ത് മുന്നോട്ട് പോവുക. ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചെറിയ സംശയങ്ങളൊക്കെയാണ് നമുക്ക് പറഞ്ഞത്. സമയം വളരെ കുറവാണെന്നാണ് പറയുന്നത്. അപ്പം എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാണ്ടത് പറഞ്ഞാൽ മതി. അപ്പം നമുക്ക് ഏകദേശം ഇത്ര കണക്കിന് ചെടി നടുന്നവർ ശ്രദ്ധിക്കുക, ഒരിക്കലും ഒത്തിരി കുഴിയിലോട്ട് ഇറക്കി വെക്കാതിരിക്കുക. അതേപോലെ കറക്റ്റായിട്ടുള്ള അകലം പാലിക്കുക. അതിനകത്ത് ഒരു 10-10 ചെടി ഇട്ടില്ലെങ്കിൽ 2 വർഷം കൊണ്ട് ഇവർ കയറി അടഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഒരു 5-6 വർഷമായിട്ട് നമ്മുടെ ഇടുക്കി ജില്ലയിൽ കണ്ടുവരുന്ന രോഗമാണ് കോമ എന്ന് പറയുന്നത്. അതായത് ഇളം ചിമ്പുകൾ, നല്ല വള്ളി അടിക്കാറായ ചിമ്പുകൾ ഒരു നടുക്കുഭാഗത്ത് വന്നിട്ട് ഒരു ചെറിയൊരു വീർപ്പ് വീർത്തിട്ട് അവിടെ വെച്ച് കൂടെ ഇങ്ങനെ പൊട്ടി അതങ്ങ് ഒടിഞ്ഞു പോകും. ആ ഒടിഞ്ഞു പോയി ഇതിൽ കിഴങ്ങിന് മൊത്തത്തിലൊരു വെള്ള കളറായിരിക്കും. ഇതിൽ ശരം ഉണ്ടാകത്തില്ല, ഒരു ചിമ്പുണ്ടാകും. ചിമ്പ് ഒരു 2 ഇലയായിട്ട് ഇങ്ങനെ വയ്ക്കും, വളരത്തില്ല. ആ ഒരു പ്രതിഭാസം ഒത്തിരി തിങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം കറക്റ്റായിട്ടുള്ള ഇടവേളകൾ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾക്ക് കറക്റ്റ് സൺലൈറ്റ് കിട്ടാനായിട്ട് ഷെയ്ഡ് റെഗുലേഷനും കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇതൊക്കെയാണ് ഏലകൃഷിയിൽ ബാധിക്കുന്നത്. നമ്മൾ മെയിനായിട്ട് നമ്മളെ മണ്ണിനെ സംരക്ഷിക്കുക, അപ്പം അതിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനുശേഷം കീടരോഗങ്ങൾ നിയന്ത്രിക്കണം. കറക്റ്റ് 25-ാം പക്കം നമ്മൾ മരുന്നുകൾ അടിച്ചു പോവുക. അപ്പോൾ വേര് സംരക്ഷണത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, മിത്ര ബാക്ടീരിയകളുടെ ഉപയോഗം, അതേപോലെ മണ്ണിൻ്റെ ഒരു ഇളക്കം നിലനിർത്തുക, മൾച്ചിങ്, അതേപോലെ മീലിബഗ് നെമറ്റോഡിനെല്ലാം ഒന്ന് നിയന്ത്രിക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് നല്ല ലാഭകരമായിട്ട് കൃഷി മുന്നോട്ട് കൊണ്ടുപോകും. ശരിക്കും ഒരു 1000 കിലോ എന്ന് പറയുന്നത് വലിയൊരു സംഭവമൊന്നുമല്ല. 1000 കിലോ കായ എടുക്കുക എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ഒരു 150 കിലോ എൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, 150 കിലോ കായ എടുത്തിട്ടുണ്ട്, റെക്കോർഡ് വിളവാക്കുന്നു. അവിടുന്ന് 1000-1300 കിലോയിലോട്ട് ആൾക്കാർ വളർന്നു. അത് ഈ വളങ്ങളുടെയും കെമിക്കലുകളുടെയൊക്കെ ഉപയോഗം കൊണ്ട് തന്നെയാണ്. അപ്പം നമ്മൾ കറക്റ്റായിട്ടുള്ള കെമിക്കലുകളും മരുന്നുകളും കണ്ടെത്തി ഉപയോഗിച്ച് നല്ല വിളവെടുത്ത് നമുക്ക് ഈ കൃഷി ചെയ്യുന്ന ലാഭത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റും. നല്ല ലാഭത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഒരു 600 കിലോയ്ക്ക് മേലോട്ട് കായ എടുക്കുന്നുണ്ട്, നല്ല ലാഭത്തിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പം അതിനുവേണ്ടി ശ്രമിക്കുക. കണ്ടമാനം ഈൽഡെടുത്ത് കഴിഞ്ഞാൽ അടുത്ത വർഷം നമുക്ക് കായ് കുറഞ്ഞു പോകും. ഒരു ആവറേജ് ഈൽഡിൽ എല്ലാ വർഷവും ഒരേപോലെ ആദായം എടുത്തു പോവുക. അതിനുവേണ്ടി നല്ല നല്ല മരുന്നുകളും നല്ല നല്ല വളങ്ങളും മാത്രം ഉപയോഗിക്കുക. ഇതിൽ കുറുക്ക് വഴിക്ക് പോകാതിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പല രീതികളും ചെയ്തു നോക്കി, പലതും സക്സസ് ആയി പരാജയപ്പെട്ടൊക്കെ ഒരു എക്സ്പീരിയൻസിൽ പറയുന്നതാണ്. നമ്മൾ പല ഫീൽഡിലും പോകുന്നതാണ്. പല ഫീൽഡിൽ കാണുന്നതെന്ന് വെച്ചാൽ pH ഒന്നും ഒരിക്കലും കറക്റ്റ് ആകുന്നില്ല. ഇങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കീച്ചിട്ട് നമ്മൾ പിന്നെ pH റെഗുലേറ്റ് ആയ കുമ്മായൊന്നും മാറിയിട്ട് ഏക്കാതെ വരും. അപ്പം അതുകൊണ്ട് കറക്റ്റായിട്ട് വർഷത്തിൽ 2 തവണ കുമ്മായം കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നമ്മുടെ കൃഷി വകുപ്പൊക്കെ അത് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. മഴക്കാലത്തിന് മുന്നേ അതിന് പറയും അത് കുമ്മായം കറക്റ്റായിട്ട് കൊടുക്കുക. അതുപോലെ ഒരു വർഷത്തിലൊരിക്കൽ നല്ല ജൈവവളം കൊടുക്കുക. മണ്ണ് നല്ല ഇറുക്കമാണെങ്കിൽ അത് ലൂസ് ചെയ്യുക. ഇനി അങ്ങനെ കിളച്ചിളക്കി ലൂസ് ചെയ്യാൻ പാടുണ്ടെങ്കിൽ അതിനും മരുന്നുകളൊക്കെ ഉണ്ട്. ഇപ്പം മണ്ണ് പതിയെ ഒന്ന് ലൂസ് ആകാനായിട്ടൊക്കെ പല ആഗ്രഹോടെ കെൻഡൽ റൂട്ട് എന്നൊക്കെ പറയുന്ന ഒരു കോമ്പിനേഷൻസ് ഉണ്ട്. കുറച്ച് കോസ്റ്റ്ലിയാണ്. അത് ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്ക് മണ്ണിന് പതിയെ ഒരു എയറേഷൻ കിട്ടും മണ്ണിൽ. അങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ വേണം ഉപയോഗിക്കാം. ഇതൊക്കെ തുടർച്ചയായിട്ട് ഉപയോഗത്തിലെ റിസൾട്ട് കിട്ടുള്ളൂ. ഒരിക്കലും പെട്ടെന്നൊരു ദിവസം കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടില്ല. ഇനി ഈ മണ്ണിൻ്റെ ഇളക്കം നിലനിർത്താനായിട്ട് സ്യൂഡോമോണസ്, ട്രൈക്കോട്ടർമ, വാമ, ബാസിലസ് സബ്സ്റ്റിറ്റ്യൂസ് പോലുള്ള മിത്ര കുമ്പൾ അവരെ നമ്മളെപ്പോഴും മനസ്സിൽ കരുതുക. നമുക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ് അവരെ ഒന്ന് നല്ലപോലെ ടോപ്പപ്പ് ചെയ്യുക. അതുപോലെ തേനീച്ചകളെ ഒന്ന് പരിപാലിക്കുക. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈൽഡിലോട്ട് വരാൻ പറ്റും. പിന്നെ കണ്ടമാന രാസവളങ്ങളൊന്നും വാരിയിടാതിരിക്കുക. ഒരാവശ്യത്തിന് എന്ന് വെച്ചാൽ ചെടിക്ക് എടുക്കാൻ കഴിയുന്നേ കൊടുത്തിട്ടേ കാര്യമുള്ളൂ. ചുമ്മാ കായ്ക്കുന്നില്ല കണ്ടമാനം വാരിയിട്ടില്ല, അത് വെറുതെ വേസ്റ്റായി പോകുള്ളൂ. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാൻ സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കാൻ നമുക്ക് അതുകൊണ്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. നമ്മൾ ശരിക്കും മഴയ്ക്ക് മുന്നേ കൊടുക്കേണ്ട ഡോളോമൈറ്റ് അല്ല. ശരിക്കും നമ്മളൊരു pH ബാലൻസ് ചെയ്യാനായിട്ട് ഒരു വസ്തുക്കൾ കൊടുക്കുമ്പോൾ അതിന് എന്താ പറയുക, ന്യൂട്രലൈസിങ് വാല്യൂ എന്ന് പറയും. ഏറ്റവും കൂടുതൽ ന്യൂട്രലൈസിങ് വാല്യൂ ഉള്ള സാധനങ്ങളാണ് ഏറ്റവും നല്ലത് pH ക്രമീകരിക്കേണ്ടത്. അതിൽ ഏറ്റവും നല്ലത് ഡോളോമൈറ്റ് ആണ് ഈ ന്യൂട്രലൈസിങ് വാല്യൂ ഉള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്സ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം പാറപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് ഒഴുകി മാറാനുള്ള ടെൻഡൻസിയാണ് മഴ പെയ്യുമ്പോൾ. അപ്പം ശരിക്കും ഡോളോമൈറ്റ് എപ്പോൾ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ മഴയ്ക്ക് മുന്നേ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ മഴ പെയ്ത് ശക്തമായിട്ട് മഴ പെയ്ത് pH ഒക്കെ ഡൗൺ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് പ്രവർത്തിച്ച് വരാനും കുറേ സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മഴ പെയ്ത് കഴിഞ്ഞിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കുമ്മായം കൊടുക്കുക. അല്ലാത്തവർ ഈ അഡ്വാൻസ് കൊടുക്കുകയെന്ന് വെച്ചാൽ കുറച്ച് കോസ്റ്റ് കുറവുണ്ട്. ഡോളോമൈറ്റ് ഒക്കെ തമിഴ്നാട്ടിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ 4000 രൂപയ്ക്കുള്ളതാണ് വന്നത്. ഇവിടെ ഒരു 24 രൂപയ്ക്കൊക്കെ വിൽക്കുന്ന സാധനം അവിടെ 4 രൂപയ്ക്ക് പൊടി രൂപത്തിലേക്ക് കിട്ടുന്നത്. കുറച്ച് ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഒക്കെ ഉണ്ടാകും. എന്നാലും ഭയങ്കര വില വ്യത്യാസം 24-ഉം 4-ഉമായിട്ട്. അപ്പം അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ കഴിയും. പിന്നെ നമുക്ക് കുമ്മായം ഉള്ളത് മഴ പെയ്ത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ വെച്ച് തുടങ്ങി കഴിഞ്ഞ് പെട്ടെന്ന് pH ബാലൻസ് ആയിട്ട് കുമ്മായം കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് CMS എന്ന് പറയുന്ന സാധനം മേടിക്കാൻ കിട്ടും. നമുക്ക് കാൽസ്യം, മഗ്നീഷ്യം, സൾഫറിൻ്റെ കോമ്പിനേഷനായിട്ട് പൊടി രൂപത്തിലും ഗ്രാനുവൽ രൂപത്തിലൊക്കെ കിട്ടും. നമ്മുടെ സ്ട്രിക്കിൻ്റെ കീർത്തി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റ് ഉണ്ട്. അത് നമ്മൾ ഒരു കിലോയൊക്കെ വെച്ച് വേണമെങ്കിൽ കൊടുക്കാം നമുക്കൊരു ചെടിക്ക്. അങ്ങനെ കൊടുക്കുമ്പോൾ എനിക്ക് pH കറക്റ്റ് ആകും. ചെടിയുടെ സെക്കൻഡറി മൂലകങ്ങളുടെ ഒരു ഡെഫിഷ്യൻസി വർഷത്തിലൊരിക്കൽ കൊടുക്കേണ്ടതാണ്.
അത് ഈ സമയത്ത് നമ്മൾ ഈ പി എച്ച് കറക്റ്റ് ആക്കുന്നതിനൊപ്പം സെക്കൻഡറി മൂലകങ്ങളും കൊടുത്ത പോലെ ഇരിക്കും. കാൽസ്യം കിട്ടും, മഗ്നീഷ്യം കിട്ടും, സൾഫറും കിട്ടും. അതങ്ങനെ ചെയ്യാം. എൻ്റെ പേര് വിഷ്ണു എന്നാണ്. ഞാൻ ഉളിമഞ്ചോല താലൂക്കിൽ പാറത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൃഷിയാണ് എൻ്റെ മെയിൻ. കൃഷിയൊക്കെ ചെയ്ത് മുന്നോട്ട് പിന്നെ കാർഷിക ഗ്രൂപ്പിലൊക്കെ ഉണ്ട്, ചെറിയൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അതൊക്കെ ഉള്ളൂ. ഞാനൊരു കൃഷിക്കാരനാണ്. ഞാൻ ബേസിക്കലി വേറെ പരിപാടിയൊന്നും ചെയ്തില്ല. ഞാൻ കൃഷി ചെയ്യുന്നു, അതുകൊണ്ട് സന്തുഷ്ടവാനായിട്ട് ജീവിക്കുന്നു. എന്തോ നാനൂറ് നമുക്കത് അതിൻ്റെ സംഭവം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര കോസ്റ്റ്ലി ആയിപ്പോകും. നമുക്ക് നാനോ DAP യൂറിയ നമുക്കതൊരു 400 മില്ലി വെച്ച് 200 ലിറ്ററിൽ കലക്കിയിട്ട് ഒരു ഡ്രെഞ്ചിങ് നമുക്ക് പോസിബിൾ അല്ല. അതിനൊരു 600 രൂപയും കൂടെ വിലയാകില്ല. 400 രൂപയും കൂടെ യൂറിയ കൂടെ വരുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു കോസ്റ്റ്. സാധാരണ DAP മേടിക്കുന്ന പൈസയുടെ ഇരട്ടി കോസ്റ്റാണ്. അത് വേണേൽ നമ്മൾ ഈ തട്ടയൊക്കെ വെക്കുന്ന സമയത്ത് ഒരിച്ചിരി മേടിച്ചിട്ട് ഡോസ് കുറച്ചിട്ട് തട്ട അതിലൊന്ന് മുക്കിയിട്ട് നമ്മൾ പ്ലാന്റ് ചെയ്യണം. പെട്ടെന്ന് വേര് പൊട്ടി വരാൻ നല്ലതാണ് ഈ നാനോ DAP നാനോ യൂറിയൊക്കെ. നല്ല സാധനം തന്നെയാണ്, നമുക്ക് ചിലവ് കൂടുന്നുണ്ട്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമുക്ക് അല്ലാതെ ഇപ്പം ഈ വാട്ടർ സോളിബിൾ ഗ്രേഡിൽ വരുന്ന നാനോ DAP ഒക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അത് 25 കിലോ ബാഗിൽ വരുന്നതൊക്കെ. ഇപ്പം ഇടക്കാലത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ ഞാൻ കണ്ടിരുന്നു. നല്ല സാധനമാണെന്നാണ് പലരും പറയുന്നത്. നമ്മൾ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഏരിയ കൂടുതൽ കൃഷി ചെയ്യുന്നവർക്ക് ഇതൊന്നും വേണ്ടി കലക്കൊടി ഭയങ്കര പോസിബിൾ അല്ല. എല്ലാവരും വാരിയിട്ട് പോകത്തില്ല ഏരിയ കൂടുതൽ കൃഷി ചെയ്യുന്നവർ. ഞാനും പൊതുവെ എന്ന് വെച്ചാൽ പണിയാനുള്ള മടി കലക്കൊടിക്കാനുള്ള പാടൊക്കെ കൊണ്ട് നമ്മൾ വാരിയിടാൻ എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഇത് വാരിയിട്ട് കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ കൂട്ടി ഒരു പണിക്കാരോട് വാരിയിടാൻ പറഞ്ഞാൽ നമുക്ക് കഷ്ടപ്പാടില്ല. ഈ കലക്കുന്ന പരിപാടി കലക്കൊടിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടെ നിന്നില്ലെങ്കിൽ ഇവർ ഡോസ് കൂട്ടിയോ കുറച്ചോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു പാടാണ്. ചരമൊക്കെ വെന്ത് പോകും, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മരുന്നടിക്കുകയോ കലക്കൊടിക്കുകയോ നമ്മൾ കൂടുതലും കൂടെ നിൽക്കും. അതുകൊണ്ട് ഒരു മടി വിചാരിച്ചിട്ടാണ് എപ്പോഴും വാരിയിടുന്നത്. പിന്നെ ഫോളിയർ അടിക്കാറുണ്ട്. എല്ലാ ഒരു 3 മാസം കൂടുമ്പോൾ ഒരിക്കലും ഫോളിയർ കായെടുത്ത് കഴിയും. 3 മാസം എന്നല്ല, നമ്മൾ ചില വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പലാഗ്രയുടെ 5, 15, 45 തുടങ്ങിയിട്ട് കോമ്പിനേഷൻ ഉണ്ട്. അതിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കുകയാണ്. അവരുടെ തന്നെ മൈക്രോകൂട്ടും NC-Z എന്നിട്ട് ടോണിക്. ഈ സാധനം കൊടുത്തുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ 40 ദിവസം ആകുമ്പോഴത്തേക്ക് കാ പഴുത്ത് കിട്ടും. കാ വിളഞ്ഞിരിക്കുന്നതൊക്കെ അടിച്ച് പെട്ടെന്ന് അതൊന്ന് പഴുത്ത് കിട്ടും. അതെടുക്കുമ്പോൾ നമ്മുടെ ഈ 2 കായെടുപ്പുകൾ തമ്മിലുള്ള അകലം കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ വീണ്ടും പെട്ടെന്ന് ഫോളിയർ അടിക്കാൻ നിർബന്ധമാണ്. കായെടുപ്പ് തീർന്ന ആ കൊത്ത് കരിയുന്നതിന് മുമ്പ് തന്നെ ഒരു ഫോളിയർ അടിക്കുകയാണെങ്കിൽ കുറച്ച് പെട്ടെന്ന് കാ പിടിച്ച് കിട്ടും. നമ്മളിത് ചെയ്യുന്ന കൂടുതൽ കായെടുത്ത് കൂടുതൽ ആദായം ഉണ്ടാക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ള സമയങ്ങളിൽ പണികൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ചാർട്ട് ചെയ്യും. ഈ വർഷം ഇപ്പോൾ ഈ മഴയ്ക്ക് മുന്നേ മഴ കഴിഞ്ഞിട്ട് ചെയ്യണമെന്ന് ഓർത്താണ് ഇടയ്ക്കൊരു തെളിച്ചം കിട്ടിയത്. നിമാവരയ്ക്കുള്ള ചെയ്തു. FMCയുടെ കാർബോസൾഫാൻ എന്ന് പറഞ്ഞ സാധനമാണ് ചെയ്തത്. ഒരു 500 രൂപ ബാൽ കോസ്റ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു നല്ല ചിലവ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു നല്ല വശം ചീത്ത വശം പറയാം. നല്ല പ്രോഡക്റ്റാണ്. ഒരു ബാരലിൽ ഒരു 500 രൂപ മുടക്കൊക്കെ വരുന്നുള്ളൂ. പക്ഷേ കുടിവെള്ളം ഉള്ളിടത്ത് നമുക്ക് ചെയ്യാൻ പോകുന്നില്ല. ഇവൻ ഭയങ്കര പ്രശ്നക്കാരനാണ്, ഭയങ്കര ഡേഞ്ചറാണ്. ഇത് മണ്ണിലോട്ട് ഇതിൻ്റെ അമോണിയായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബോഫ്യൂഡാൻ എന്നുള്ള ഒരു രീതിയിലോട്ട് മാറും. ഈ കാർബോഫ്യൂഡാൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് ജലാംശം എവിടെ ഉണ്ട് അങ്ങോട്ടെല്ലാം സ്പ്രെഡ് ആകും. കുടിവെള്ളമൊക്കെ നമ്മുടെ കൃഷി ഭൂമിയിലാണെങ്കിൽ ഇവൻ അങ്ങോട്ട് ചെന്നിട്ട് വെള്ളത്തിലോട്ട് കലരാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ളവരത് ഉപയോഗിക്കുകയായിരിക്കും. കുറച്ചും കൂടെ സേഫായിട്ടുള്ള ഏതെങ്കിലും ഒരു മണ്ണിൽ കൊടുക്കുക. മണ്ണിൽ നിമാവരയ്ക്ക് വേരുകളിലൊക്കെ കൊടുക്കുന്ന മരുന്നുകൾ എല്ലാ വർഷവും ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ പ്രാവശ്യം വേലമ്പ്രയും കൊടുത്തു, നല്ല റിസൾട്ട് കിട്ടി. അടുത്ത പ്രാവശ്യം 6 മാസം കഴിഞ്ഞ് വേലമ്പ്രയും മേടിച്ച് അടിച്ചിട്ട് ചിലപ്പോൾ റിസൾട്ട് കിട്ടണമെന്നില്ല. അത് ആ കെമിക്കലിൽ കുറ്റം പറഞ്ഞൊന്നും കാര്യമില്ല. നമ്മൾ റിപ്പീറ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഈ പെസ്റ്റുകൾക്കെല്ലാം ഒരു പ്രതിരോധം നേടാനുള്ള ശേഷി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും നമുക്ക് റിസൾട്ട് കുറഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മൾ മണ്ണിൽ കൊടുക്കുന്ന കെമിക്കലുകൾ മാറ്റി ഒന്ന് ട്രൈ ചെയ്യാം. ബൊമ്മി വലിയ കുഴപ്പമില്ലാത്ത ഏരിയയാണ്. നമ്മുടെ ഞാൻ ബൊമ്മി നല്ലപോലെ കായ്ച്ച് കണ്ടേക്കുന്നത് നമ്മുടെ ഈ കമ്പംമെട്ട് അത് ഇച്ചിരി ചൂട് കൂടിയ മേഖലയാണ്. ഏകദേശം ഇവർ സിമിലർ ആയിട്ടുള്ള മേഖലയാണ്. നല്ല വിളവ് കാണിക്കുന്നുണ്ട്. കൊടക സുഹാസിനി എനിക്ക് അത്രയും കണ്ടിട്ടില്ല വിളവ്. കായൊക്കെ ഇച്ചിരി ഉരുണ്ട കായൊക്കെയാണ് ഈ കണിപ്പറമ്പിനെ പോലെ നിലത്തോടെ ശരമൊക്കെ കിടക്കുന്നത്. പക്ഷെ ബൊമ്മി കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കൊടക സുഹാസിനി അപേക്ഷിച്ച്. നമുക്ക് നല്ലൊരു കാർഷിക സെമിനാർ ഇവിടെ നടത്തി നല്ലൊരു മികച്ച ക്ലാസ് നടത്തിയ വിഷ്ണു വിജയൻ ബ്രോയ്ക്ക് ഈ കൃഷിഭവൻ്റെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു.